ഞാനൊക്കെ വിജയ് ഫാൻസിലുള്ള ആളുകൾ. പ്രോ പ്രോ ഫുഡ് കഴിക്കുമ്പോൾ കാണുന്ന സിനിമയാണ് നല്ല സിനിമ. പക്ഷേ ഇൻ മൈ ഹെഡ് me and Mohanlal working together is not a probability in this lifetime. നീ തിരുവനന്തപുരത്തുകാർക്ക് ഇത്ര പുച്ഛുണ്ടോ? നമുക്ക് എല്ലാത്തിനെയും പുച്ഛമാണ്. നമുക്ക് നമ്മുടെ സ്റ്റാൻഡേർഡ്സ് ഭയങ്കര ഹൈ ആണ്. ഇപ്പോൾ നേപ്പാളിൽ മറ്റേ ആൾക്കാർ പാർലമെൻറ്റ് കത്തിക്കുന്നത് ഞാൻ കുഴപ്പമില്ല, അവിടെ ലൈക്ക് നത്തിങ് ഇസ് ബോദറിങ് അസ് റൈറ്റ് നൗ. ഭൂതാലം ഞാൻ കണ്ടത് ബ്ലിങ്കേഴ്സ് ആണ്. ഇങ്ങനെയാണ് ഭൂതാലം കാണുന്നത്. ദിസ് വാസ് ഓൾറെഡി ദെയർ ഇൻ ദി അഡ്വർടൈസിങ് ഇൻഡസ്ട്രി. ലൈക്ക് യു ആർ സെല്ലിംഗ് ബർഗേഴ്സ് ബട്ട് യു പുട്ട് എ സെമി ന്യൂഡ് വുമൺ ഓൺ എ ബർഗർ. നമ്മൾ ഹാൻഡ്സമ്മറിൻ്റെ മ്യൂസിക്കിൽ ഷെപ്പേർഡ് ടോൺ എന്ന് പറയുന്ന പരിപാടിയുണ്ടല്ലോ. തക 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 തക. സ്വന്തം പേര് എനിക്ക് തോന്നുന്നു അമ്മുമ്മ കൃഷ്ണാനന്ദ് എന്നും കണ്ടാണ് കേട്ടത്. എന്നിട്ട് അമ്മുമ്മ കല്ലറയിൽ നിന്ന് ട്രാവൽ ചെയ്ത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിയപ്പം ഇങ്ങനെ ആയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സീരിയസ്ലി ക്വർക്കിനെസിന്റെ ഒരു സിനോണിമാണ് കൃഷ്ണാന്ത് എന്ന പേര് ഇപ്പോൾ മലയാള സിനിമയില്. സോ ആ ഒരു ക്വർക്കിനെസ് സ്റ്റോറീസിൽ കൊണ്ടുവരാനുള്ള ആ ഒരു തുടക്കം എങ്ങനെയാണ് എന്ന് പറയാമോ? എനിക്ക് ലൈക്ക് ക്വർക്കിനെസ് ഭയങ്കര ഡെലിബറേറ്റ് തന്നെയാണ്. എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴൊക്കെയോ ഗൈ റിച്ചിയൊക്കെ ഡിസ്കവർ ചെയ്തത്. ലൈക്ക് വെൻ ഐ വാസ് ഇൻ കോളേജ് ഐ ഡിസ്കവർഡ് ഗൈ റിച്ചി ആൻഡ് ഐ ഡിസ്കവർഡ് കോഹൻ ബ്രദേഴ്സ് ആൻഡ് ഐ ഓൾസോ ഡിസ്കവർഡ് കശ്യപ്. I also got exposed to Kiarostami's സ്ലോ ഫിലിംസ് ഒക്കെ ഉണ്ടെങ്കിലും പക്ഷേ സ്റ്റിൽ പേര് ഞാൻ മറന്നു ഫിലിം മേക്കറിൻ്റെ അണ്ടർഗ്രൗണ്ട് ഒക്കെ എടുത്തേക്കുന്നത് ഞാൻ മറന്നു. അപ്പം അതൊക്കെ നമ്മൾ കണ്ടപ്പോഴത്തേക്കും ഇത് ആർട്ടിൻ്റെ തന്നെ ഒരു ഒരു എക്സ്റ്റൻഷനാണ് ഈ സംഭവം മനസ്സിലായി. പിന്നെ എനിക്ക് തോന്നുന്നു ലൈക്ക് എൻ്റെ ചൈൽഡ്ഹുഡ് ട്രോമയോ അല്ലെങ്കിൽ എൻ്റെ അപ്ബ്രിങ്ങിങ്ങോ എൻ്റെ എക്കണോമിക് സ്പേസിൽ നിന്നൊക്കെ ഞാൻ വരുന്നതിന് ഹ്യൂമർ ആസ് എ ഡിഫെൻസ് മെക്കാനിസം ഇസ് ഓൾവേസ് എ പാർട്ട് ഓഫ് മൈ പേഴ്സണാലിറ്റി. അപ്പം ഇറ്റ്സ് വെരി ഈസി ടു എംബ്രേസ് യുവർ പേഴ്സണാലിറ്റി ആൻഡ് ബ്രിങ് ഇറ്റ് ഇൻ യുവർ ആർട്ട് വർക്ക്. അങ്ങനെയൊക്കെ ആയിരിക്കും ഞാൻ ആ ക്വർക്കിനെസ് എംബ്രേസ് ചെയ്യുന്നത്. പിന്നെ എനിക്ക് ഈ പുച്ഛം, തിരുവനന്തപുരത്തുകാരുടെ ബേസിക് പുച്ഛമായിരിക്കും ഇതിൻ്റെ ആ ഒരു സാധനം വരുന്നത്. പിന്നെ ആ പുച്ഛം ആ റൂഡ്നെസ്സിലോട്ട് പോവാതെ മൈൽഡാക്കി ആർട്ടിലോട്ട് കൊണ്ടുവരുന്നത്. അപ്പം ഇൻസ്പിറേഷനും അപ്ബ്രിങ്ങിങ്ങും പേഴ്സണാലിറ്റി അങ്ങനെയൊക്കെ ആയിരിക്കും ക്വർക്കിനെസ് വരുന്നത്. നീ തിരുവനന്തപുരത്തുകാർക്ക് ഇത്ര പുച്ഛുണ്ടോ? നമുക്ക് എല്ലാത്തിനെയും പുച്ഛമാണ്. നമുക്ക് നമ്മുടെ സ്റ്റാൻഡേർഡ്സ് ഭയങ്കര ഹൈ ആണ്. അല്ല നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ എസ്പെഷ്യലി എൻ്റെ ചേട്ടന്മാർ ജനറേഷൻ, ലൈക്ക് ഐ തിങ്ക് ദി ഏർലി 80s പീപ്പിൾ ആൻഡ് ദി ഏർലി 70s ലേറ്റ് 70s പീപ്പിളൊക്കെ അയ്യോ അത് ഭയങ്കര പുച്ഛം. നമ്മളെ തന്നെ റോയൽ വിളിക്കും. അതെ അതെ. എനിക്ക് തോന്നുന്നു അത് ഇറ്റ് ഹാസ് ഗോട്ട് ടു ഡു വിത്ത് ദ മോഹൻലാൽ കൾച്ചർ ആസ് വെൽ. ലൈക്ക് ഹൗ ദോസ് ഫിലിംസ് അതിൽ ഇവർ പ്രിയദർശൻ ഫിലിംസിലൊക്കെ വരുന്ന താറ്റും പുച്ഛമൊക്കെ നമ്മുടെ ഓട്ടോമാറ്റിക്കലുണ്ട്. അപ്പോൾ നമുക്ക് ഭയങ്കര സ്റ്റാൻഡേർഡ്സാണ്, ഈസിലി ഇംപ്രസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ബയോകെമിക്കൽ എഞ്ചിനീയറിംഗ് ചെയ്ത ഒരാൾ സിനിമയിലേക്ക് എത്തുന്നു. ചെറുതിലേ മുതൽ പെയിന്റിങ് നന്നായിട്ട് ചെയ്യുന്ന ഒരാളാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പം ആ ഒരു പേഴ്സണൽ ജേർണി കൂടി ഒന്ന് പറയാമോ? ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ? എങ്ങനെയാണ് ആ ഒരു യാത്ര എങ്ങനെയായിരുന്നു തുടക്കം? അയ്യോ അത് ഭയങ്കര രസമുള്ളതെന്ന് വെച്ചാൽ മൈ ഫാദർ ആർട്ടിലോട്ട് അച്ഛന് ഒരു ചായ്വുണ്ട്. അച്ഛൻ കവിത എഴുതും, നാടകത്തിൽ അഭിനയിക്കും, പടം വരയ്ക്കും. അമ്മയ്ക്ക് ആർട്ടുമായിട്ട് അങ്ങനത്തെ സംഭവം ഇല്ലെങ്കിൽ അമ്മയ്ക്ക് ഈ ടേസ്റ്റ് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പരിപാടികൾ ചെയ്യിപ്പിക്കണം. അപ്പോൾ എന്നെ കൊച്ചിൽ തന്നെ പെയിൻറ്റിങ് ഒക്കെ ചെയ്യിപ്പിക്കുമായിരുന്നു. എന്ന് വെച്ചാൽ ചെയ്യാനുള്ള ഫ്രീഡം ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ കുറേ ഡൈനോസറുകളൊക്കെ വരച്ച് അങ്ങനെയൊക്കെ. മൈ ഡോട്ടർ ഓൾസോ ഡ്രോസ് നൗ. അപ്പം എൻ്റെ പ്രൈമറി സ്കില്ലുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു പ്രൈമറി സ്കില്ല് ഇപ്പോൾ പാട്ട് പാടുന്നത്, ഫൈറ്റ് ചെയ്യുന്നത്, പടം വരയ്ക്കുന്നത്, പ്രൈമറി സ്കിൽ ഉള്ള ആൾക്കാർക്ക് കുറച്ചുകൂടെ എക്സ്പ്രഷൻ, ഈവൻ ഇൻട്രോവേർട്ട് ആണെങ്കിലും എക്സ്പ്രഷൻ വൈസ് വേറെ ഒരു ഓപ്പണിങ് കിട്ടും. അപ്പോൾ എനിക്ക് ആ ഓപ്പണിങ് കിട്ടിയായിരുന്നു. പക്ഷേ ഐ വാസ് വെരി ഗുഡ് അറ്റ് സ്റ്റഡീസ്. എനിക്ക് എപ്പോഴും റാങ്ക് ഒക്കെ ഉണ്ടായിരുന്നു. ഐ എം വെരി ഗുഡ് അറ്റ് സ്റ്റഡീസ് കേട്ടോ. ഞാൻ വെരി ഗുഡ് എന്ന് വീണ്ടും സ്ട്രെസ് ചെയ്ത് പറഞ്ഞു വെച്ച് പഠിപ്പിസ്റ്റായി പോയി. അപ്പോൾ
പക്ഷേ ഇതിൻ്റെ പോയിന്റ്ലെസ്നെസ് എനിക്കൊരു +2 ഫസ്റ്റ് ഇയർ കോളേജൊക്കെ ആയപ്പോഴത്തേക്കും പഠിത്തത്തിൻ്റെ ഒരു പോയിന്റ്ലെസ്നെസ് വായനയിൽ കൂടെ മനസ്സിലായി തുടങ്ങി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര പഠിച്ചാലും നമ്മൾ എത്ര റാങ്ക് ഹോൾഡേഴ്സ് ആയാലും ദിസ് ഇസ് എ സിസ്റ്റം ബിൽറ്റ് ഓൺ ക്യാപിറ്റലിസം ആൻഡ് ഹൈറാർക്കി ആൻഡ് ഇൻഫ്ലുവൻസസ് ആൻഡ് എവറിത്തിങ്. അപ്പോൾ പഠിത്തം എന്ന് പറയുന്ന സാധനത്തിൽ നിന്ന് കിട്ടുന്ന റിസൾട്ടുകൾ നമുക്ക് ബൈ ചെയ്യാനൊക്കെ പറ്റുമെന്നൊക്കെ ഒരു ഐഡിയ എഞ്ചിനീയറിങ്ങിന് കയറി പോകുന്നു. അപ്പോൾ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെഡിസിന് കയറാൻ താല്പര്യമായിരുന്നു. അപ്പം ഒരു ഫ്രണ്ട് പറഞ്ഞു ബയോടെക്നോളജി ഉണ്ട് മെഡിസിൻ പോലെ തന്നെ എന്നൊക്കെ പറഞ്ഞു. പിന്നെ എനിക്ക് സൈബോർഗിനെയൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ആൻഡ് ഓൾസോ തിങ്സ് വിച്ച് ആർ ബയോടെക്നോളജിക്കലി സംഭവം ടെർമിനേറ്ററിലൊക്കെ ഉണ്ടല്ലോ, ഫ്ലഷ് എന്തോ ഡൈയിങ് ഫ്ലഷ് ആൻഡ് അൺഡെഡ് സർക്യൂട്ട്സ് എന്നൊക്കെ പറയുന്ന കോൺസെപ്റ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ബയോടെക്നോളജി കയറി. ഇൻ ബിറ്റ്വീൻ ബയോടെക്നോളജി ഐ ഡിസ്കവേർഡ് ദാറ്റ് ദിസ് ഇസ് നോട്ട് സംതിങ് ദാറ്റ് ഐ വോണ്ട് ടു ഡു ഇൻ ലൈഫ്. പിന്നെ സോഫ്റ്റ്വെയറിൽ കയറി ഇൻഫോസിസ് ഏൺസ്റ്റ് ആൻഡ് യങ്ങിൽ വർക്ക് ചെയ്തിട്ട് in between E&Y, somebody told me that there's a course in IDC called the Visual Communication Master of Design course. I was also looking at FTI, but the money was too much. It was 6 lakhs plus that time. I was looking at NID, it was almost 12 lakhs. IDC was the only place where you get money. And you have to pay your fee, but you get money. Coming from a socially, economically unstable background, ഇനി പൈസ ചിലവാക്കിയാൽ പറ്റില്ല. എൻ്റെ എഡ്യൂക്കേഷൻ ലോൺ എഞ്ചിനീയറിംഗിൻ്റെ അടച്ചുകൊണ്ടിരിക്കുക. ദാറ്റ്സ് ഹൗ ഐ ഗോട്ട് ഇൻ ടു IDC. And I did not know that IDC had a cinema inclination. So I got into animation and visual communication. And I chose visual communication because I did not want to draw intermediate frames. Draw ചെയ്ത് നമ്മുടെ ജീവിതം തളർന്നു പോകും അനിമേഷനിലെ. ലൈക്ക് അപ്പോൾ ഞാൻ ഇതിൽ കയറി. And there I met a faculty called Sudesh Balan sir, who did Master of Fine Arts in Cinema from Southern California University. And he is one of the pioneers in 5D cam ഒക്കെ വെച്ചിട്ട് സിനിമയുടെ ഡിജിറ്റൽ സിനിമയുടെ പയനിയേഴ്സ് ആണ് ആക്ച്വലി. ആ സമയത്ത് ഞാൻ അകം സിനിമ കണ്ടായിരുന്നു IFFK-ന്ന്. And I came to know that Agam was shot on 5D Mark II. Ayyo, that is a revelation. And I met a faculty who's very good with digital cinema. Vincent Lafrette was making his videos with 5D and everything. So all this together made me feel that I think maybe I can make films. അപ്പോൾ ഞാൻ ഒരു 10th തന്നെ ഹാൻഡിക്യാമിൽ ഫിലിമൊക്കെ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആൻഡ് ദാറ്റ് പേഴ്സൺ ഈസ് ഗിവിങ് മീ ദാറ്റ് ഹാൻഡിക്യാം റൈറ്റ് നൗ. അല്ലെങ്കിൽ ആ ഹാൻഡിക്യാം ഗിഫ്റ്റായിട്ട് തരുക. അപ്പോൾ അങ്ങനെ പണ്ട് ഞാൻ ഹാൻഡിക്യാമിൽ എടുത്തിട്ടുണ്ട്. പക്ഷേ now I have a space where I can make films, but this is not a film school. But there's a faculty who has done cinema. There's an edit station. And എല്ലാം ഉണ്ട്. നമുക്ക് അവിടെ വേണമെങ്കിൽ സിനിമ എടുക്കാൻ പറ്റും എന്ന് പറഞ്ഞാണ് ഒരു കോഴ്സും ഉണ്ട് 7 days അഡ്വാൻസ് വീഡിയോ കമ്മ്യൂണിക്കേഷൻ. ആൻഡ് ഐ മെയ്ഡ് മൈ ഫസ്റ്റ് സോംബി ഫിലിം there. അപ്പോൾ അത് സോംബി ഫിലിം കണ്ടിട്ട് സന്തോഷ് തുണ്ടിൽ സാർ എൻ്റെ അടുത്ത് പറഞ്ഞു, വൈ ഡോണ്ട് യു റൈറ്റ് എ സ്ക്രീൻ പ്ലേ ഫോർ മീ, ഒരു ഹൊറർ പരിപാടി എഴുതണമെന്ന് പറഞ്ഞു. അപ്പോൾ I asked him, can I be your intern എന്ന് വെച്ചിട്ട് I went for internship with him on a film called ഷെയർ. സഞ്ജയ് ദത്തിൻ്റെ ഒരു സിനിമയായിരുന്നു, ഫുൾ ED ബ്ലാസ്റ്റ് പടം. അപ്പോൾ അതിൽ ഞാൻ കുറേ ദിവസം ഇൻറ്റേൺ ആയിട്ട് ഇരുന്നിട്ട് അങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് സിനിമയുടെ ഫങ്ഷനിങ് ഓൺ എ ബിഗ് സ്കെയിൽ മനസ്സിലായി. സോ ദാറ്റ് ഈസ് ഹൗ ദാറ്റ് ജേർണി ടു പ്ലേസ്. ഈ ഏർലി എക്സ്പോഷർ ടു സിനിമ എന്താണ്? ഇപ്പൊ കോയിൻ ബ്രദേഴ്സും മറ്റേതൊക്കെ ഡിസ്കവർ ചെയ്ത് വെരി ലേറ്റ്ലി ആണെന്ന് പറഞ്ഞില്ലേ? അപ്പൊ തുടക്കത്തിലൊക്കെ നമ്മുടെ സാധാരണ മലയാള സിനിമകളും ഞാൻ ലൈക്ക് എൻ്റെ ഫസ്റ്റ് എക്സ്പോഷർ എന്നെ ഞെട്ടിപ്പിച്ച ജുറാസിക് പാർക്കാണ്. പക്ഷെ അതുവരെ ഞാൻ അല്ലാതെ മലയാള സിനിമ ഐഡിയർ കുട്ടിച്ചാത്തൻ, ഓഫ് ഫാബി ഒക്കെ കണ്ട്, ലൈക്ക് മണിച്ചിത്രത്താഴ് ഒക്കെ മലയാള സിനിമകൾ, മോഹൻലാലൻ മമ്മൂട്ടി ഫിലിംസ് ഞാൻ വിധേയനൊക്കെ എനിക്ക് മനസ്സിലാവുമായിരുന്നു. കൊച്ചിലെ തന്നെ എൻ്റെ ഫാദർ ഇരുന്നിട്ട് ദിസ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ് ഓൺ സ്ക്രീൻ ഡാനിയൊക്കെ കണ്ടിട്ട് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരുമായിരുന്നു. അപ്പോൾ എനിക്ക് ഡാനി ഒന്നും മനസ്സിലാവേണ്ട പ്രായത്തിലല്ല ഞാൻ ഡാനി കണ്ടേക്കുന്നത്. പക്ഷേ എനിക്ക് അപ്പം മലയാള സിനിമ ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്, ഒരുപാട്. ലൈക്ക് ആൻഡ് ഈവൻ നൗ ഐ വാച്ച് എ ലോട്ട് ഓഫ് മലയാളം. അല്ലെങ്കിൽ ഇങ്ങനത്തെ നീഷ് ഫിലിംസ് ആയിരുന്നോ? അല്ല എനിക്കിപ്പോഴും ഇഷ്ടം മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു കൈൻഡ് ഫിലിംസ് ആണ് എനിക്കിഷ്ടം. ലൈക്ക് കാണാൻ ഇഷ്ടം ഇപ്പോഴും അതൊക്കെ തന്നെയാണ് ഇഷ്ടം. ആൻഡ് മേക്ക് ചെയ്യുമ്പോഴും ഞാൻ അങ്ങനത്തെയൊക്കെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എനിക്ക് ഒന്ന് ഉള്ളിൻ്റെ വേറൊരു സാധനം കൂടെ അതിൻ്റെ അകത്ത് വന്നു പോകുന്നത്. ഞാൻ ഭരതനെ ഇഷ്ടമാണ്. ഭരതനെ ഭയങ്കര ഇഷ്ടം എന്ന് വെച്ചാൽ ഭരതൻ എനിക്ക് തോന്നിയത് വൈശാലി ഈസ് എ സെലിബ്രേറ്റഡ് മൂവി ഇൻ മൈ ഹൗസ്. അപ്പോൾ വൈശാലി ഭയങ്കര ഒരു
കോൺവെർസേഷനിൽ എപ്പോഴും വൈശാലിയും ഇതൊക്കെ വരും. അപ്പോൾ എനിക്ക് പക്ഷേ താഴ്വാരമാണ് ഇഷ്ടം. അപ്പോൾ എനിക്ക് വൈശാലി അങ്ങോട്ട് എനിക്കെന്തോ എല്ലാവരും ഒരു വേറെ ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുന്നത് എനിക്ക് പിന്നെ ഇപ്പോഴൊക്കെ കണ്ടപ്പോഴത്തേക്കാണ് ഹൗ ബ്യൂട്ടിഫുൾ ദാറ്റ് ഫിലിം ഈസ് എന്ന് മനസ്സിലായി. അപ്പോൾ ഇവർ അതിൽ മറ്റേ മഴ പെയ്യാൻ വേണ്ടി മന്ത്രം ജപിച്ച കഥയൊക്കെ വീട്ടിൽ ലൈക്ക് ഹൗസ് ഹോൾഡ് സ്റ്റോറീസ് ഉള്ളത്. അപ്പോൾ അച്ഛൻ ഐ തിങ്ക് വാസ് എ ഭരതൻ ഫാൻ. അപ്പോൾ അച്ഛൻ്റെ ഈ ഭരതൻ സാധനം കാരണം ഞങ്ങൾ ഒരുപാട് വെങ്കലമൊക്കെ കണ്ടിട്ടുണ്ട്. കോൺസെപ്ഷ്യലി അന്ന് വെങ്കലമൊക്കെ കാണുമ്പോഴത്തേക്കും ഇമേജിൻ്റെയൊക്കെ ഐഡിയാസ് ഭയങ്കരമായിട്ട്. പിന്നെ ഭരതൻ്റെ ഒരു സംഭവം വെച്ചാൽ ലൈക്ക് ആംബിയൻസ് ഉണ്ടാക്കുന്നത് ഭയങ്കര ഭരതനെ ഇമേജ് വെച്ചിട്ട് ആംബിയൻസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആസ് എ പെയിൻറ്റർ മൈസെൽഫ് എൻ്റെ ഫസ്റ്റ് തോട്ട് പ്രോസസ്സ് വരുന്നത് ഇമേജിൽ നിന്നാണ്. സോ ഐ തിങ്ക് certain filmmakers have music as their first ഇത്, certain filmmakers have text as their first ഇത്. എനിക്ക് ഇമേജ് ആണ്. ആൻഡ് ദെൻ ഐ സ്റ്റാർട്ട് തിങ്കിങ് ഹൗ ഡു ഐ ഗെറ്റ് തിങ്സ് അറൗണ്ട് ദിസ് ഇമേജ്, ഹൗ ഡു ഐ ബ്രിങ് ദിസ് ഇമേജ് ഇൻ ടു കോണ്ടെക്സ്റ്റ് എന്നൊക്കെയാണ് എൻ്റെ മൈൻഡിൽ വരുന്നത്. അപ്പോൾ എനിക്ക് ഭരതൻ്റെ പ്രോസസ്സ് അതായിരിക്കും എന്നൊക്കെ എനിക്ക് മനസ്സിലായി തുടങ്ങി. അപ്പോൾ ഭരതനെ അങ്ങ് ഭയങ്കര ഇഷ്ടമായി. എന്ന് വെച്ചാൽ ആൻഡ് ഭരതന് ഇഷ്ടം കാരണം ഞാൻ സിദ്ധാർത്ഥൻ്റെ ഫസ്റ്റ് ഫിലിമൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക്. താഴ്വര എനിക്ക് തിയേറ്ററിൽ കണ്ട് കൊച്ചിലാണ് ഞാൻ കണ്ടത്. ലൈക്ക് ഐ വാസ് വെരി വെരി യങ്. അപ്പോൾ എനിക്ക് പേടിയായി താഴ്വര കണ്ടപ്പോൾ. അപ്പോൾ ഒരു സിനിമ കണ്ടിട്ട് അതിൻ്റെ അകത്ത് പ്രേതം ഇല്ലാതെ പേടിയാവുന്ന ഭയങ്കര പാടാണ്. അപ്പോൾ എനിക്ക് കൊച്ചിലെ പേടിയായിട്ട് പിന്നെ ഞാൻ വീണ്ടും അത് റീവിസിറ്റ് ചെയ്തു. അപ്പോൾ ദിസ് ഗൈ ക്യാൻ കിൽ ദി അതർ ക്യാരക്ടർ എനി ടൈം. ഇപ്പോൾ രാത്രി മൂടിക്കിടക്കുമ്പോഴൊക്കെ ആരെങ്കിലും വന്ന് കൊല്ലും. ഞാൻ വീട്ടിൽ പോയിട്ട് ഷീറ്റൊക്കെ മൂടിക്കിടക്കുമ്പോൾ വരും കൊല്ലാൻ അവനും ചാകാതിരിക്കാൻ ഞാനും. ആ മൂഡ് പിടിച്ചിട്ടുണ്ട്. ദെൻ ഐ സോ താഴ്വാരം എഗെയിൻ ലേറ്റർ ആഫ്റ്റർ വാച്ചിങ് എ ലോട്ട് ഓഫ് സ്പഗേറ്റി വെസ്റ്റേൺസും സെർജിയോ ലിയോണയുടെ ഫിലിംസും ഹോളിവുഡിലെ ട്രിലജീസും എല്ലാം കണ്ടിട്ട് ഐ കെയിം ടു താഴ്വാരം അഗെയിൻ. ആൻഡ് മാൻ ഇറ്റ്സ് സച്ച് എ ഗ്രേറ്റ് ഫിലിം, ഇറ്റ്സ് സോ ഗുഡ്. അപ്പോൾ അതിൽ ഫസ്റ്റ് ഷോട്ട് തൊട്ട് അപ്പോൾ താഴ്വാരം എനിക്ക് ട്രിപ്പായി. ലൈക്ക് ആൻഡ് നീറ്റ്ലി ഡെവലപ്ഡ് വില്ലൻ, പക്ഷേ ദ മോട്ടീവ്സ് ആർ നോട്ട് ക്ലിയർ. അപ്പം അതൊക്കെ ഭയങ്കര കുറച്ചൊരു വെസ്റ്റേൺ പരിപാടിയാണ്. അപ്പോൾ എനിക്ക് താഴ്വാരം ആൻഡ് ഓൾസോ ഹൗ താഴ്വാരം എംബ്രേസസ് ദ ജോഗ്രഫി ഒക്കെ. അപ്പോൾ ബൈ ദാറ്റ് ടൈം ഐ ഹഡ് കം ടു ദിസ് ഐഡിയ ദാറ്റ് സ്ക്രിപ്റ്റ് നീഡ്സ് എത്നോഗ്രഫി, ജോഗ്രഫി, വിഷ്വൽ എത്നോഗ്രഫി, ഇറ്റ് ഓൾസോ നീഡ്സ് ക്യാരക്ടർ ആർക്സ് എന്നൊക്കെ പറയുന്ന ഐഡിയ കിട്ടി തുടങ്ങിയപ്പോൾ വീണ്ടും ഞാൻ താഴ്വാരം റിവിസ് ചെയ്ത്. ഈ ഫിയർ മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. കൊച്ചിൽ ഞാൻ കണ്ടപ്പോഴേ പേടി ഉണ്ടായിരുന്നു, ഫിയർ ഉണ്ടായിരുന്നു മാത്രം ഓർമ്മയുണ്ട്. അപ്പോൾ ദാറ്റ്സ് ഹൗ ലോട്ട് ഓഫ് തോട്ട്സ് വിത്ത് ഭരതൻ. വെങ്കലത്തിൽ ഡിസൈനും വെങ്കലത്തിൽ ആ ഒരു കോംപ്ലക്സിറ്റി ഇൻ മാരേജും ഒക്കെ എക്സ്പ്ലോർ ചെയ്യുന്നത്. ഓൾദോ പത്മരാജൻ ഈസ് വെരി സെലിബ്രേറ്റഡ്. പത്മരാജൻ എനിക്ക് ലിറ്ററേച്ചറായിട്ടാണ് തോന്നുന്നത്. ലൈക്ക് ആസ് എ ഫിലിം മേക്കിംഗ് പത്മരാജനെക്കാട്ടും കൂടുതൽ ഭരതൻ തന്നെയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ഒത്തുവരുന്ന പരിപാടികളങ്ങ് മാജിക്കാണ്. അപ്പം മലയാള സിനിമ ഐ എം വെരി എക്സ്പോസ്ഡ് ആണ്. പിന്നെ ഐ ഗോട്ട് എക്സ്പോസ് ടു ദിസ് വെരി ലേറ്റ്. കമ്പ്യൂട്ടർ വീട്ടിൽ വാങ്ങിച്ചതിന് ശേഷമാണ്, അല്ലെങ്കിൽ സ്റ്റാർ മൂവീസ് വന്നതിന് ശേഷമാണ് കണ്ട് തുടങ്ങിയത്, ഇംഗ്ലീഷ് കണ്ടു തുടങ്ങിയത്. അതിൽ ജുറാസിക് പാർക്കാണ്, ട്വിസ്റ്ററും ജുറാസിക് പാർക്കുമാണ് ആദ്യം. പിന്നെ അല്ലാതെ പിന്നെ കുറേ സാധാരണ ഈ ടെർമിനേറ്റർ, ഐ ഓൾസോ സോ വാൻ ഡാമിൻ്റെ സ്ട്രീറ്റ് ഫൈറ്റർ 1, 2 ഒക്കെ ഭയങ്കര രസമാണ്. ലൈക്ക് ഓൾ ദ ക്ലീഷ്, റാംബോ 1, 2, 3, പിന്നെ പതുക്കെ റോക്കി ആയി. അങ്ങനെ ലൈക്ക് അങ്ങനെ ഒന്നല്ലേ എല്ലാം. ലൈക്ക് മൂവീസിൻ്റെ സ്പെക്ടക്കിൾ ഭയങ്കര മാജിക്കാണ്. എല്ലാം കാണും. ആർട്ട് ഫിലിംസൊക്കെ പിന്നെയാണ് കണ്ടു തുടങ്ങിയത്. സത്യത്തിൽ എക്സ്പോസ് ആയത് IFFK വഴിയൊക്കെയാണ്. ഇത് ആർട്ടാണെന്നൊക്കെ. മറ്റേത് അങ്ങനെയല്ലല്ലോ. നമുക്ക് ഏത് പ്രായത്തിലാണ് ഫസ്റ്റ് IFFK അറ്റൻഡ് ചെയ്യുന്നത്? ഞാൻ എത്രയായിരിക്കും, 12th സ്റ്റാൻഡേർഡ് ഫസ്റ്റ് ഇയർ കോളേജൊക്കെയാണ്. അപ്പോൾ അത് ആ ഏജിലൊക്കെ ഫസ്റ്റ് IFFK പോകുന്നത്. അല്ലാതെ ചിൽഡ്രൻസ് ഒരു ഫിലിം ഫെസ്റ്റിവൽ ഇടയ്ക്കുണ്ടായിരുന്നു. അപ്പോൾ അതിലും കാണുമായിരുന്നു. അപ്പോൾ അതിലും നമുക്ക് അബ്ബാസ് കിറോസ്താമിയുടെ ഒക്കെ ചിൽഡ്രൻ ഫിലിംസ് ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പം വി ഗോട്ട് ടു സീ ഓൾ ദിസ് ബിഗ് ലാൻഡ്സ്കേപ്സ് ഒക്കെ നമ്മുടെ നാട്ടിലില്ലാത്ത സാധനങ്ങളൊക്കെ കണ്ടു തുടങ്ങി. മനസ്സിലൊന്നും ആവില്ലായിരുന്നു, കണ്ടിട്ടുണ്ട്. IFFK അറ്റൻഡ് ചെയ്യുമ്പോൾ ലൈക്ക് യു ഗെറ്റ് എന്താ പറയുക, ഒരു വലിയൊരു വേൾഡ് വ്യൂ, ഒരു പുതിയൊരു എക്സ്പോഷർ. നമ്മുടെ ഫിലിം കൾച്ചർ, കേരളത്തിലെ ഒരു ഫിലിം കൾച്ചറിന്റെ ഒരു വലിയ ഭാഗമാണല്ലേ. ഒക്കെ സഹായിച്ചു. ക്ലീൻലി വൺ ഓഫ് ദ ബെസ്റ്റ് തിങ്സ് ദാറ്റ് ഹാവ് ഹാപ്പൻഡ് വിത്ത് സിനിമ ഇൻ കേരള ഇസ് IFFKയും ചലച്ചിത്ര അക്കാദമിയുടെ ഈ ഒരു ഐഡിയ ഇസ് സോ ഗുഡ് ദാറ്റ് യു ഗെറ്റ് ടു സീ ഓൾ ദിസ് films that are redefining culture elsewhere, and somehow that intermix with ours, and
ഞാൻ നേരത്തെ പറഞ്ഞ ഐബോൾ എക്കണോമിയിലോട്ട് എത്തിയിട്ടില്ല, എന്നാലും സ്റ്റിൽ യു ഗെറ്റ് ദിസ് എക്സ്പോഷർ ടു റെയർ കൈൻഡ് ആൻഡ് സിനിമ ടോൾഡ് ഇൻ ഡിഫറെൻറ്റ് വേസ് ആസ് വെൽ. ഇപ്പോൾ ചില സിനിമകളിൽ നമുക്ക് സിനിമ എല്ലാത്തിലും നമ്മുടെ മലയാള സിനിമയുടെ ഒരു എന്ന് വെച്ചാൽ ഒരു കോവിലകത്തെ ഒരു ചേട്ടൻ, ആ ചേട്ടന് കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, പണ്ട് സെറ്റപ്പ് ആയിരുന്നു. ചേട്ടൻ ഗെറ്റ്സ് ഇൻ ടു ആൻ ഐഡിയ ആൻഡ് ഈ ഐഡിയയിൽ ചേട്ടൻ്റെ സൈഡ് കിക്ക് ആയിട്ടുള്ള ഒരാൾ കാണും ആൻഡ് ദേ ഡു ദാറ്റ് ഐഡിയ, ദേ ഫേസ് എ ലോട്ട് ഓഫ് ചലഞ്ചസ്. ഇതിനകത്ത് ഒരു നടിയൊക്കെ കാണും ചിലപ്പോൾ ആൻഡ് then they solve everything, അവസാനം ഒരു അടി. So this is the format that we have seen throughout and everywhere. അപ്പോൾ ഈ ഫോർമാറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ നോക്കുമ്പോൾ അങ്ങനെയൊന്നും അല്ലാത്ത ഫോർമാറ്റുകൾ പുതിയ സാധനം വരുന്നു, വേർ യു ആർ നോട്ട് ടെല്ലിങ് സ്റ്റോറീസ് ഓഫ് a particular person. You sometimes this is just an experience, sometimes this is a video capture. അപ്പം ജാഫർ പനായുടെ ആ സിനിമ ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് കാണുന്നത്. ഒരു പെൻ ഡ്രൈവിൽ അയാൾ സ്മഗിൾ ചെയ്ത ഒരു സിനിമ ഉണ്ടല്ലോ, ദിസ് ഈസ് നോട്ട് എ ഫിലിം ഒക്കെ. ഇപ്പം ഹൗ ദിസ് ഈസ് നോട്ട് എ ഫിലിം ഇസ് എ ഫിലിം, അതൊക്കെ തിങ്ക് ചെയ്ത് തുടങ്ങിയപ്പോൾ ഭയങ്കര പവർഫുൾ മീഡിയം എന്ന് വെച്ചാൽ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഒരു അങ്ങനെയൊക്കെ IFFK എന്നെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ആൻഡ് മെനി ഫിലിം മേക്കേഴ്സ് ആസ് വെൽ. നമുക്ക് എക്സ്പോസ് അല്ലല്ലോ, കാരണം ഐ തിങ്ക് ദിസ് ഇസ് പ്രീ ഇൻ്റർനെറ്റ് സ്പേസ് വേർ ദി ഓൺലി എക്സ്പോഷർ ടു സച്ച് ഫിലിംസ് ആർ ത്രൂ IFFK ആൻഡ് ദെൻ ത്രൂ CD കടകൾ. അപ്പോൾ അങ്ങനെ IFFK കൾച്ചർ. ഈ ഐബോൾ എക്കണോമി എന്ന് പറഞ്ഞില്ലേ, എന്താ സംഭവം? ഐബോൾ എക്കണോമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഐ എം വർക്കിംഗ് ഓൺ എ ന്യൂ ഫിലിം കോൾഡ് മസ്തിഷ്കം പറഞ്ഞു. അപ്പോൾ അതിൽ ഞാൻ അറ്റൻഷൻ മെർച്ചൻസ് എന്നൊക്കെ പറയുന്ന അറ്റൻഷൻ ഒരു മാർക്കറ്റായിട്ട് ഒരു 70 years ആയി നമ്മൾ ആൾക്കാർ അറ്റൻഷൻ ഗ്രാബ് ചെയ്ത് തുടങ്ങിയത്. ബട്ട് റൈറ്റ് നൗ നമുക്ക് ഫോൺ വന്നതുകൊണ്ട് ആൾക്കാരുടെ ഐബോൾ നമുക്ക് മാർക്കറ്റിങ്ങിൽ പിടിച്ചേ പറ്റൂ. ലൈക്ക് സോ യു കം അപ്പ് വിത്ത് ക്യാപ്ഷൻസ് വിച്ച് വിയേർഡ് ആൻഡ് സംടൈംസ് നിങ്ങളുടെ സോളിന് തന്നെ തോന്നില്ലേ ഇത് വേണമെന്ന് തോന്നില്ലേ. വി കം അപ്പ് വിത്ത് സോങ്സ് ദാറ്റ് ആർ വിയേർഡ്, വി കം അപ്പ് വിത്ത് ആക്ഷൻ സീൻസ് ദാറ്റ് ആർ വിയേർഡ്, ഡയലോഗ്സ് ദാറ്റ്, സോ ദാറ്റ് സഡൻലി നമുക്ക് ആൾക്കാരുടെ അറ്റൻഷൻ അങ്ങ് ഹുക്ക് ചെയ്യണം, അവരുടെ ഐബോൾ നമുക്ക് കിട്ടണം. ആ ഐബോൾ കിട്ടിക്കഴിഞ്ഞിട്ട് ദെൻ അതിൻ്റെ ചുറ്റും നമ്മൾ ഒരു കോണ്ടന്റ് ബിൽഡ് ചെയ്യുന്ന ഒരു പരിപാടിയായിരുന്നു കുറേ കാലം സിനിമയിൽ. ഇപ്പോൾ ആ കണ്ടന്റും വേണ്ട, നമുക്ക് ഈ ഐബോൾ കിട്ടണം, വീണ്ടും കിട്ടണം, ഡോപ്പമീൻ കൊടുത്തിരിക്കണം. എന്നാൽ മാത്രമേ ആൾക്കാർ നമ്മുടെ മെറ്റീരിയലായിട്ട് ഇൻട്രാക്ട് ചെയ്യത്തുള്ളൂ. അങ്ങനെയുള്ള മെറ്റീരിയലിന് എലീറ്റ് ഒരു തോട്ടിൽ പറയുന്ന പോലെ പോയട്രി വേണം, അതിന് ഒരു ഫിലോസഫിക്കൽ ആംഗിൾ വേണം, അതൊന്നും വേണ്ട. ലൈക്ക് നമുക്ക് ഐബോൾ കിട്ടിയാൽ മാത്രം മതി. ഐബോൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്പേഴ്സ് കൂടി മണി കൂടും. വി ആർ ഇൻ ദാറ്റ് സ്പേസ് റൈറ്റ് നൗ. എവറി വൺ ഈസ് ഫൈറ്റിംഗ് ഫോർ ദാറ്റ് റിയൽ എസ്റ്റേറ്റ് റൈറ്റ് നൗ. ഇത് ഈ സിനിമയുടെ ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ, നമ്മളൊരു സ്റ്റാൻഡേർഡിനെ എങ്ങനെ എഫക്ട് ചെയ്യും ഈ ഒരു ഐബോൾ ക്യാച്ചിങ് പ്രോസസ്? സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് എഗെയിൻ സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ എഗെയിൻ നമ്മൾ ഭയങ്കര ബയസ്ഡ് ആയിട്ടുള്ള ഒരു ഹൈറാർക്കിയൽ കോൺവെർസേഷനിലോട്ട് പോകും. ഇപ്പം എൻ്റെ സ്റ്റാൻഡേർഡ് ആയിരിക്കില്ല നിങ്ങളുടെ സ്റ്റാൻഡേർഡ്, പക്ഷേ സ്റ്റിൽ സ്റ്റാൻഡേർഡ് പോലും വേണ്ട എന്ന് വെച്ചാൽ ഒന്നും വേണ്ട, ഐബോൾ ക്യാച്ച് ചെയ്താൽ മതി. അപ്പോൾ ഐബോൾ ക്യാച്ച് ചെയ്യുമ്പോൾ ഐബോൾ ക്യാച്ച് ചെയ്യാം. നമ്മൾ സ്നാപ്പിലൊക്കെ അപ്പോൾ റീൽസ് കം ഔട്ട് വെയർ ദേ സേ ദാറ്റ് ലെറ്റ്സ് സ്റ്റാർട്ട് എ വീഡിയോ ലൈക്ക് ദിസ് എന്ന് പറയുമ്പോഴത്തേക്കും തന്നെ അറ്റൻഷൻ ഗ്രാബ് ചെയ്യുന്നതാണ്. ആൻഡ് ഇൻ ദ വീഡിയോ പറയുന്ന ക്വാളിറ്റി ഓഫ് കണ്ടന്റ് എന്ന് പറയുന്ന സാധനം എഗെയിൻ ബേസ്ഡ് ഓൺ അപ്ബ്രിങ്ങിങ്ങും ബേസ്ഡ് ഓൺ യുവർ പ്രിവിലേജും ഒക്കെയാണ്. അതിൻ്റെ അകത്ത് ഇപ്പം ചായ ഉണ്ടാക്കാൻ പറയുന്ന വീഡിയോയും ചെയ്യാൻ പറ്റും, നമുക്ക് ഗോദ്രയിൽ നടന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ഒരു ഡീറ്റെയിൽ അനാലിസിസ് ഒന്നും പറയാൻ പറ്റും. ഇതിൽ സ്റ്റാൻഡേർഡ് ഡിസൈൻ ചെയ്യുന്നത് നമ്മുടെ പേഴ്സണൽ ടേസ്റ്റാണ്. പക്ഷേ ഐബോൾ ഗ്രാബ് ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ അല്ലേ 10 years ആയി. പോസ്റ്റ് കോവിഡ് അത് ഭയങ്കര ഷാർപ്പായി. കാരണം ദിസ് ഈസ് അപ്ലൈഡ് എവ്രിവെയർ. പണ്ട് നമ്മൾ ദിസ് വാസ് ഓൾറെഡി ദെയർ ഇൻ ദി അഡ്വർടൈസിംഗ് ഇൻഡസ്ട്രി. ലൈക്ക് യു ആർ സെല്ലിംഗ് ബർഗേഴ്സ് ബട്ട് യു പുട്ട് എ സെമി ന്യൂഡ് വുമൺ ഓൺ എ ബർഗർ. അപ്പം മെന്നാണ് ബർഗർ കൂടുതൽ കൺസ്യൂം ചെയ്യുന്നത്. അപ്പോൾ ഈ ന്യൂഡ് വുമണിനെ നോക്കും, എന്നിട്ട് അതിൻ്റെ സൈഡിൽ ബർഗർ നോക്കും, അങ്ങനെ കാർസ് സെല് ചെയ്യുന്നത്. ലൈക്ക് ദിസ് വാസ് ഓൾവേസ് ദെയർ എന്ന്. അല്ലെങ്കിൽ സെക്ഷുവൽ ഇൻവിൻഡോസ് പുഷ് ചെയ്തിട്ട് നമ്മൾ മാപ്പ് ചെയ്ത ആൾക്കാരെ കൊണ്ട് ഇത് കാണിക്കുന്നതൊക്കെ ദാറ്റ്സ് ഹൗ ഐറ്റം സോങ്സ് കെയിം ഇൻ ടു പ്ലേ ആൻഡ് ഓൾ. ദാറ്റ്സ് അനദർ സ്റ്റോറി ഫോർ അനദർ ഡേ. പക്ഷേ അപ്പോൾ ഇത് വാസ് ഓൾവേസ് ദെയർ. നൗ വാട്ട് വി ആർ ഡൂയിങ് ഇസ് യു ആർ ഡൂയിങ് ഇറ്റ് എവറി സെക്കൻഡ്, എവറി 6 seconds 4 seconds ആണ് അറ്റൻഷൻ സ്പാൻ്റെ ആ ഒരു സാധനം. എവറി 6 seconds you have to come up with something interesting so that people listen to our films and you do it by എല്ലാം നല്ല മാർവലിൻ്റെയൊക്കെ പടങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മനസ്സിലാവും. ആൻഡ് ദാറ്റ്സ് ഹൗ ഇറ്റ് ഇസ്. പക്ഷേ ഈ ഫിലിം മേക്കിങ്ങിൻ്റെ ഇപ്പോൾ ഒരു ഓർഗാനിക് ഫ്ലോ ഉണ്ടല്ലോ ഫിലിം മേക്കേഴ്സിന്.
അതിന് ഇന്ററപ്റ്റ് ഇല്ല, നിങ്ങൾ ഓരോ സീനും ചെയ്യുമ്പോൾ ഈ ഒരു ഫാക്ടർ ബാക്കിൽ കിടന്ന് പ്ലേ ചെയ്യില്ല. അത് പക്ഷേ നമ്മളെപ്പോഴും അങ്ങനെയല്ല. നമ്മളിപ്പോൾ ഡിജിറ്റൽ പ്രിൻറ്റിങ് വരുമ്പോഴത്തേക്കും സ്റ്റിൽ ഞാനൊരു പെയിൻറ്ററാണ്, ഞാനത് അബ്സോർബ് ചെയ്യില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് ഈസ് ആക്ച്വലി നിങ്ങൾ മറ്റേ ഒരു ചേട്ടനാവും താടിയൊക്കെ വെച്ചിട്ട് പ്രിൻറ്റിങ്ങിൻ്റെ ഒരു കാലത്തുണ്ടല്ലോ, ദാറ്റ് ഡസ് നോട്ട്, നൊസ്റ്റാൾജിയയും കിട്ടും ദാരിദ്ര്യവും കിട്ടും. അപ്പം ഇഫ് യു ആർ സ്മാർട്ട് ദെൻ യു അഡാപ്റ്റ് അറൗണ്ട് ദ ചേഞ്ചിങ് ടെക്നോളജി ആൻഡ് ഹൗ പീപ്പിൾ ഇൻട്രാക്ട് വിത്ത് യുവർ ആർട്ട് വർക്ക് ആൻഡ് എവറിഥിങ്. അതർവൈസ് ഇപ്പോഴും ഫിലിമിൽ തന്നെ ഷൂട്ട് ചെയ്യും എന്നൊക്കെ പറയുന്ന പ്യൂരിറ്റൻസ് ഉണ്ട്. അപ്പം നിറയെ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നോളിനൊക്കെ ചെയ്യുന്ന പോലെ ചെയ്യാൻ പറ്റും. പക്ഷേ ബഡ്ജറ്റൊന്നും ഇല്ലെങ്കിലും ഞാൻ ഫിലിമിൽ ഷൂട്ട് ചെയ്യും. കാരണം എനിക്ക് 250D ഡെവലപ്പ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു ടെക്സ്ചർ ഉണ്ട് ബ്രോ, ഉണ്ട്. 250Dയുടെ ഒരു സാധനത്തിന് എത്ര രൂപയാണെന്ന് അറിയാമോ? 3000 രൂപയാണ്. അതിന് നമുക്ക് 4 മിനിറ്റേ കിട്ടത്തുള്ളൂ. 3000 രൂപയെന്ന് ഞാൻ പറഞ്ഞത് ആർബിട്രേറ്റാണ്. എന്നുവെച്ചാൽ 3000 രൂപ ആയിരിക്കില്ല. ഇപ്പം നമുക്ക് ഫ്യൂജി ഫിലിം ഇപ്പം കൊടയൊക്കെ നിർത്തിയല്ലേ, കൊടയൊക്കെ ഇപ്പം കഴിഞ്ഞ ആഴ്ച എന്തോ ഒരു സ്റ്റോപ്പ് ചെയ്യുന്നത്. അപ്പോൾ ലൈക്ക് അങ്ങനത്തെ പ്യൂരിറ്റൻ പരിപാടികളൊന്നും ഇപ്പം നടക്കത്തില്ല. നോളന്റെ ഒക്കെ ഫിലിം മേക്കിങ്ങിലും ഈ പറയുന്ന പോലെ ഈ 6 seconds അങ്ങനെ ഒരു ബേസിക് കോൺസെപ്റ്റിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. അല്ലല്ല, അവർ ഇത് കോൺസെപ്റ്റ് അല്ല. സം പീപ്പിൾ ഹാവ് ദിസ് ഓർഗാനിക്കലി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഹാൻഡ് സിമ്മറിൻ്റെ മ്യൂസിക്കിൽ ഷെപ്പേർഡ് ടോൺ എന്ന് പറയുന്ന പരിപാടിയുണ്ടല്ലോ, തക 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 തക. നമ്മൾ എന്തോ ഒരു ആങ്സൈറ്റിയിലാണ് ഇരിക്കുന്നത്. ഈവൻ ആ മ്യൂസിക് നമ്മൾ വേറെ ഏതെങ്കിലും ഒരു ഇമേജിലൊക്കെ എടുത്തിട്ടാൽ അത് വേറൊരു രീതിയിൽ വർക്ക് ചെയ്യും. അപ്പം ഈ ഒരു എന്തോ ആങ്സൈറ്റി അല്ലെങ്കിൽ ഈ ഒരു ജിജ്ഞാസ ഉണ്ടാക്കുന്നത് നമ്മുടെ ബേസിക് സെൻസസിന് കൊണ്ടുപോകുന്നത് ഗുഡ് ഫിലിം മേക്കേഴ്സ് ഓർഗാനിക്കലി ചെയ്യും. ഇപ്പോൾ അവർക്കത് ഡബിൾ ആയിട്ട് ചെയ്യേണ്ടി വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ അടുത്ത് പ്ലാറ്റ്ഫോമും പറയും ദറ്റ് യു ആർ ലൂസിങ് അറ്റൻഷൻ ആൻഡ് ലെറ്റ്സ് ഹാവ് സംതിങ് മോർ ഇൻട്രസ്റ്റിംഗ്. സോ ദാറ്റ് അപ്പോൾ പ്ലാറ്റ്ഫോമിൻ്റെ ഡാറ്റ ഉണ്ട്. അപ്പോൾ ഈ ഡാറ്റ വെച്ച് പറയുമ്പോഴത്തേക്കും നമ്മൾ ആ ഡാറ്റയെ ഫോളോ ചെയ്യാൻ നമുക്ക് ആ ഡാറ്റയുടെ എതിര് നിൽക്കാം. അപ്പോൾ പക്ഷേ എതിര് നിൽക്കാനുള്ള പ്രിവിലേജ് എനിക്കില്ല. എതിര് നിൽക്കാനുള്ള പ്രിവിലേജ് ഉള്ളവർക്ക് എതിരൊക്കെ നിന്നിട്ട് അതിനെയൊക്കെ ഫൈറ്റ് ചെയ്ത് അതിനെ കുറ്റമൊക്കെ പറഞ്ഞ് വേറൊരു ആർട്ട് വർക്ക് ഉണ്ടാക്കി അത് ഒരു സ്ഥലത്ത് കാണിച്ച് ചെയ്യാം. ഞാൻ എതിര് നിൽക്കും. ഞാൻ ദിസ് ഹൗ വാട്ട് ട്രൂത്ത് ഇസ് ആൻഡ് ഡാറ്റ ഇസ് ട്രൂത്ത്. OTT പ്ലാറ്റ്ഫോംസിന്റെ ഡേറ്റയാണോ? OTT പ്ലാറ്റ്ഫോംസിൻ്റെ ഡേറ്റ, സ്ട്രീമിംഗ് ഡാറ്റാസ് വരും. അല്ലെങ്കിൽ സ്ക്രീൻ പ്ലേ നമ്മൾ ഐബോൾ ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ഈ ഇമേജസ് ഐബോൾ ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ സംഭവങ്ങൾ വരും. പിന്നെ റിട്ടൻഷൻ ടൈം വരും. യൂസർ ടെസ്റ്റൊക്കെ ഉണ്ട്. എൻ്റെ ഫിലിംസ് ഞാൻ എല്ലാം യൂസർ ടെസ്റ്റ് ചെയ്യും. ആൾക്കാർ കണ്ടിട്ട് ആൾക്കാർ ഇപ്പോൾ അതൊക്കെ ഒന്ന് ലൈറ്റ് ആവുന്ന സ്ഥലങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് ആ സ്ഥലങ്ങളിൽ എന്ത് ചെയ്യാൻ പറ്റും? ചിലപ്പോൾ അതിൻ്റെ ബീച്ച് പെർ മിനിറ്റ് കൂട്ടുന്നതായിരിക്കും, അല്ലെങ്കിൽ കട്ട്സ് കൂട്ടുന്നതായിരിക്കും, അല്ലെങ്കിൽ അതിന് മുമ്പിലും പിമ്പിലും ലൗഡാക്കും. സോ ദാറ്റ് ആ ഏരിയയിൽ ആൾക്കാർ ജെന്റിലായിക്കോട്ടെ. ടൂൾസ് ഓഫ് ദ ട്രേഡാണ് പറയുന്നത് അല്ലേ? നോ, ഐ എം നോട്ട് സ്കെയർഡ്. എനിക്ക് അത് കുഴപ്പമൊന്നുമില്ല. മസ്തിഷ്ക മരണത്തെ കുറിച്ച് കൂടുതൽ പറയുമ്പോൾ ഇത് ആക്ച്വലി ഒരു പ്രോപ്പർ ട്രൂ ബ്ലൂ സൈബർ പങ്ക് വേൾഡിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതെ അതെ ആണ്. സോ അതിനെക്കുറിച്ച് എന്താണ് കൂടുതൽ പറയാൻ പറ്റും? മസ്തിഷ്കം, സോ ഐ ഓൾവേസ് വാണ്ടഡ് ടു മേക്ക് സൈഫൈ ആൻഡ് ഐ എം സോ ഒബ്സസ്ഡ് വിത്ത് ഈ സൈബർ പങ്ക് എന്ന് പറഞ്ഞ ജോണർ. കാരണം ഇറ്റ് ഈസ് എ ഇമാജിനറി ജോണർ. ഇൻ 80s വെൻ ഇറ്റ് കെയിം ഔട്ട് ദേ തോട്ട് ദാറ്റ് ദ വേൾഡ് ഇസ് ഗോയിങ് ടു ബി സൈബർ പങ്ക് കേട്ടോ. അപ്പം എന്ന് വെച്ചാൽ സൈബർ പങ്ക് ആയിരിക്കും. സൈബർ പങ്ക് എന്ന് വെച്ചാൽ ദി ഐഡിയ ഇസ് ദ ലൈഫ് ക്വാളിറ്റി ഈസ് ലെസ് ബട്ട് ദ ടെക് ക്വാളിറ്റി ഈസ് ഹൈ. എന്ന് വെച്ചാൽ ലോ ടെക് ഹൈ ടെക് ലോ ലൈഫാണ് സൈബർ പങ്കിൻ്റെ ഒരു ഐഡിയ. ആൻഡ് ഗവൺമെൻറ് വിൽ ബി കൺട്രോളിങ് അവർ അറ്റൻഷൻ. 1984 കോൺസെപ്റ്റൊക്കെയാണ് നമ്മൾ വിചാരിച്ചിരുന്നത് ഫ്യൂച്ചറിൽ. പക്ഷേ ഹക്സ്ലയുടെ ഒരു ബുക്കുണ്ട്. ഹക്സ്ലയുടെ ഒരു ബുക്കിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് നമ്മളെക്കുറിച്ച് വറി പോലും ചെയ്യില്ല. Like we are not worried about your attention, or we are not worried about your eyeballs, or we are not worried about anything, because we will make you busy in something else, which is what is happening right now. ഇപ്പോൾ സൈബർ പങ്ക് കോൺസെപ്റ്റുകളെ മാറി. എന്ന് വെച്ചാൽ റൈറ്റ് നൗ നമുക്ക് നേപ്പാളിൽ മറ്റേ ആൾക്കാർ പാർലമെൻറ്റ് കത്തിക്കുന്ന ഞാൻ കുഴപ്പമില്ല അവിടെ. ലൈക്ക് നത്തിങ് ഇസ് ബോദറിങ് us right now because we are so obsessed with how what I don't want to use names, but what somebody is cooking at home and what this film reviewer is saying right now, or how Aratanan is enjoying this film, or how this other guy is dancing in front of them. We are like, and that അപ്പോൾ cyberpunk എന്ന് പറഞ്ഞ genre is a genre that will never happen. അപ്പോൾ എനിക്ക് അപ്പോഴും കൂടെ ആയപ്പോഴത്തേക്കും you have to retro futuristic cyberpunk പരിപാടി ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. I pitched it to a lot of people. A lot of people did not see business in it. Finally, Ajit Vinayaka saw business and scope in it because of our previous collaboration with Arun Chandra's work. അങ്ങനെ സൈബർ പങ്ക് പരിപാടി വന്നു.
അപ്പോൾ അത് ഇൻട്രസ്റ്റിംഗ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സൈബർ പങ്കിൻ്റെ സ്കെയിൽ വൈസ് മാത്രമല്ല, ഫൈനലി നമ്മൾ തോട്ട് വൈസും കൂടെ ഒരു സോണിൽ കയറാണ്. അപ്പോൾ ഇതിന് അധികം റെഫറൻസ് ഇല്ലാത്ത ആൾക്കാർ ഈ സിനിമ കണ്ടിട്ട് ബ്ലാക്ക് മിറർ പോലെയാണെന്ന് പറയും. റെഫറൻസ് ഉള്ളവർ ബ്ലാക്ക് മിറർ മാത്രമല്ല മേട്രിക്സ് തൊട്ട് പറഞ്ഞു തുടങ്ങും ഇത്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു പരിപാടി ചെയ്യാൻ എനിക്ക് പറ്റിയാൽ മലയാളത്തിൽ പറ്റി. ദാറ്റ്സ് സോ ഗുഡ്. അപ്പം ആവാസവ്യം ഇറങ്ങിയ സമയത്ത് ഹരി എന്ന് പറയുന്ന ഒരാൾ എഴുതി ദാറ്റ് ആവാസവ്യം ഇസ് എ ബിഗിനിങ് ടു എ ന്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ന്യൂ വേവ് എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാനത് ഇത് കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരാൾ എൻ്റെ സിനിമയെക്കുറിച്ച് ന്യൂ വേവ് എന്നൊക്കെ പറഞ്ഞു. ലൈക്ക് ഐ യൂസ് ഇറ്റ് ഇൻ മാർക്കറ്റിംഗ് എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ദെൻ വി സ്റ്റാർട്ട് സീയിങ് people daring to make narratives which are really not around, and they were already making it. I think Avasiyam was the first one to come out in a commercial way. Sony Live വഴിയാണ് വന്നേക്കുന്നത്. അപ്പം അല്ലാതെ ഇപ്പോൾ പ്രപ്പേഡ നോക്കിയാൽ പ്രപ്പേഡ ഇസ് എ ക്രേസി ഫിലിം ആൻഡ് ഇറ്റ്സ് സോ ആക്സസിബിൾ എന്നൊരു ആക്സസിബിലിറ്റി ഇല്ല, പ്രിവിലേജ് ആക്സസിബിലിറ്റിയും പ്രശ്നമാണ്. ഇല്ല, അത് കുറച്ച് ആക്സസിബിലിറ്റി അല്ല, മറ്റേ ഇത് അബ്സ്ട്രാക്ട് ആണ്, ഭയങ്കര അബ്സ്ട്രാക്ട്. പക്ഷെ സ്റ്റിൽ ഞാൻ പറയുന്നത് ക്രേസി പരിപാടികൾ വന്നിട്ടുണ്ട്. അപ്പം പക്ഷെ അവസാനം കഴിഞ്ഞിട്ട് അങ്ങനത്തെ പരിപാടികൾ വന്ന് യു സീ ദാറ്റ് തിങ്സ് ആർ ചേഞ്ചിങ്. ആൻഡ് ദെൻ Chandu, when he came and met me and we spoke about the post-production of Gaganchari, I saw that if this Gaganchari works out, then again we are opening another market where such films will have certain audience. And with Loka working so well and such films working so well, we are hopeful that we can give rest to that Chetan who is sitting at that Kovilagam and let him be. പുള്ളിയുടെ ദുരിതങ്ങളിൽ പുള്ളി ഇരുന്നോട്ടെ, നമുക്ക് വേറെ ലോകങ്ങൾ തേടിപ്പോവാം. ആവാസവ്യൂഹത്തിന്റെ ആ ഒരു കോൺസെപ്റ്റിലോട്ട് എത്തിയത് എങ്ങനെ, അതിന്റെ ഒരു ബാക്ക് സ്റ്റോറി എങ്ങനെയായിരുന്നു? ആ ഒരു മൊക്യുമെന്ററി, ആ ഒരു ഐഡിയ ആവാസവ്യൂഹം ഞാൻ എൻ്റെ കോർ ഐഡിയ വാസ് ദറ്റ് വൃത്താകൃതിയിൽ ചതുരം ഇറങ്ങിയപ്പോഴത്തേക്കും ആരും കാണൂലെന്ന് നമ്മൾ വിചാരിച്ചു. ഇറ്റ് വാസ് ആർ എക്സ്പെരിമെൻറ്റ് വെദർ വി ക്യാൻ മേക്ക് എ ഫിലിം. അപ്പം നമ്മളൊരു ഫിലിം ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത് നോക്കുക. ഹോം മെയ്ഡാണ്, പോസ്റ്റ് പ്രൊഡക്ഷൻ എല്ലാം നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പം ഫിലിം ഉണ്ടാക്കാൻ പറ്റി. ആൻഡ് ഇറ്റ് ഗോട്ട് സെലക്ടഡ് ഇൻ ഇന്റർനാഷണൽ കോമ്പറ്റീഷൻ ഇൻ IFFK താങ്ക്സ് ടു TV ചന്ദ്രൻ സർ. അപ്പോൾ TV ചന്ദ്രൻ സർ ഇത് കണ്ടിട്ട് ആൻഡ് ഹി സ്പോക്ക് ടു അസ്. there was this party where he spoke to us for 1.5 hours and like I'm exposed to Danny and his other films. അപ്പം പുള്ളി 1.5 മണിക്ക് സമയം ദീസ് പീപ്പിൾ വാച്ച് ആർ ഫിലിംസ്. അപ്പോൾ എന്നാൽ പിന്നെ നമുക്ക് സംഭവം ഉണ്ടാക്കാൻ പറ്റും. ഇനി അടുത്തത് ഇവർക്ക് ഉണ്ടാക്കാൻ എന്ന് വെച്ചാൽ പല ആൾക്കാർക്കും ഉണ്ടാക്കാൻ പറ്റാത്ത എന്തെങ്കിലും ക്രേസി മെറ്റീരിയൽ അങ്ങ് ലൈക്ക് ഹൗ മൈ ബ്രെയിൻ ഇസ് തിങ്കിങ് ഉണ്ടാക്കണമെന്നൊരു ഐഡിയ വന്നു. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് കുറേ കാലമായിട്ട് കിടപ്പുണ്ട്. മെർമെയ്ഡ് ഇൻ കൊച്ചി എന്ന് പറയുന്നൊരു ചെറുകഥ ഞാൻ എഴുതിയിട്ടുണ്ട്, അതിന്ന് കിടപ്പുണ്ട്. ബട്ട് ദെൻ ഐ തോട്ട് ഹൗ ടു മേക്ക് ഇറ്റ് മോർ ലൈക്ക് ഹൗ ഐ സ്പീക്ക്. ലൈക്ക് ഐ എം റെഫറൻസിങ് TV ചന്ദ്രൻ, ഐ എം റെഫറൻസിങ് ടു എ ലോട്ട് ഓഫ് തിങ്സ്. ഇവിടെ ഇതുപോലെ തന്നെ സിനിമ എടുക്കാൻ പറ്റുമെന്ന് നോക്കി. അപ്പം ഇഫ് യു ക്യാൻ തിങ്ക് ദെൻ യു ക്യാൻ മേക്ക് എന്ന് കുബ്രിക്കൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തിങ്ക് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ നൗ ഫൈൻഡിങ് മണി. അപ്പം മണി ഫൈൻഡ് ചെയ്തു, കുറേയൊക്കെ മണി കിട്ടി. പിന്നെ മണി ഇല്ലാത്ത ഇതിൻ്റെ പരിപാടികളെല്ലാം ചെയ്തു. ആൻഡ് ഈ ഫൈറ്റ് ക്ലബിൻ്റെ റൈറ്ററിൻ്റെ ഒരു ബുക്കുണ്ട്, റാൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ റാൻറ്റിൻ്റെ ഒരു ഫോർമാറ്റ് ഉണ്ട് വേർ യു ആർ സ്പീക്കിംഗ് അബൌട്ട് റാൻഡ് കേസി എന്ന് പറയുന്നൊരു മനുഷ്യൻ. ഇപ്പോൾ റാൻഡ് കേസി അമേരിക്കയിലെ റേബീസിൻ്റെ ഒരു വെറൈറ്റി സ്പ്രെഡ് ചെയ്ത ഒരാളാണ്. എന്നാൽ അയാളുടെ ഗേൾ ഫ്രണ്ടും അയാളുടെ പല ആൾക്കാരൊക്കെ അയാളെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ റാൻറ്റിൻ്റെ ഒരു നെറേറ്റീവ് ശൈലി രസമുണ്ടെന്ന് തോന്നി. അപ്പോൾ റാൻറ്റിൻ്റെ ആ പോസ്റ്റ് മോഡേൺ, അപ്പോഴത്തേക്കും ഞാൻ പോസ്റ്റ് മോഡേണൊക്കെ മനസ്സിലാക്കാനുള്ള ഇത് എത്തി കേട്ടോ. അത് പോസ്റ്റ് മോഡേണും പിന്നെ ഡീ കൺസ്ട്രക്ഷനൊക്കെ ലിറ്ററേച്ചറിന് മനസ്സിലാക്കി തുടങ്ങിയായിരുന്നു. അപ്പോൾ ആൻഡ് ഓൾസോ അങ്ങനത്തെ നറേറ്റീവ്സ് എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. വെൻ ഐ വാച്ച് ഇറ്റ് സംവെയർ ഓൺ സ്ക്രീൻ, ഇങ്ങനത്തെ നറേറ്റീവ്സ് വേർ യു നോ ദാറ്റ് യു ആർ വാച്ചിങ് എ ഫിലിം, ദേ ഓൾസോ നോ ദാറ്റ് യു ആർ വാച്ചിങ് എ ഫിലിം. The people in character, they also know that you're watching a film, and it does not have purity at all. എന്ന് വെച്ചാൽ നമ്മൾ ഇൻറ്റഗ്രിറ്റി ഇൻ മ്യൂസിക് ഒന്നും ഇല്ല. നമുക്ക് തുടങ്ങുമ്പോഴത്തേക്കുള്ള മ്യൂസിക്കിൻ്റെയൊക്കെ എല്ലാത്തിനെയും ബ്രേക്ക് ചെയ്യാം. ഇപ്പോൾ ഈ ഡീകൺസ്ട്രക്ഷൻ്റെ ഈ പോസ്റ്റ് മോഡേണിസത്തിൻ്റെ ആ ഒരു മാജിക് എക്സ്പ്ലോർ ചെയ്ത് റാൻറ്റിൻ്റെ ഇൻസ്പിറേഷൻ കിട്ടി. അങ്ങനെ ഞാൻ അങ്ങ് എഴുതിയപ്പോൾ രസം ലൈക്ക്. ആൻഡ് ഐ എം നോട്ട് സ്റ്റിക്കിംഗ് ടു ദ പ്ലോട്ട് സ്ട്രക്ചേഴ്സ്, ഐ എം ജസ്റ്റ് സ്റ്റിക്കിംഗ് ടു എ സാഗ ലൈക്ക് സ്ട്രക്ചർ where you are telling everything. ഇപ്പോൾ ഒരു നോർവീജിയൻ അല്ലെങ്കിൽ മഹാഭാരത ഐഡിയ ആണ് വേർ യു ആർ ടെലിംഗ്, ആൻഡ് ദാറ്റ് വർക്ക്ഡ് ഇൻ ദ സീരീസ് വെരി വെൽ. ആ ഒരു സാധനം ബ്രേക്ക് ചെയ്ത സാധനം ഞാൻ രണ്ടാമത് സീരീസിൻ്റെ പഴയ സ്ക്രീൻ പ്ലേസിലോട്ട് കൊണ്ടുവന്നപ്പോഴത്തേക്കും ഇറ്റ് വർക്ക് സോ വെൽ. ലൈക്ക്
you can tell a story of someone like Senthil, who's not even a primary character, and that one episode is on Senthil. അപ്പോൾ അങ്ങനത്തെ ഒരു സാധനമൊക്കെ പറയാൻ പറ്റുന്നത് ഈ ഒരു ബ്രേക്ക് ഒന്ന് അങ്ങനെ ആവശ്യം ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞിട്ട് 40 minutes കഴിഞ്ഞപ്പോഴത്തേക്ക് ഫസ്റ്റ് 40 minutes കഴിഞ്ഞിട്ട് കോവിഡ് വന്നു. അപ്പോൾ ലൈക്ക് വി ഓൾ വാച്ച് ഇറ്റ്, നമ്മൾ ഇംപ്രസ്ഡ് അല്ല. അപ്പോൾ ഈ ഷോ ടു എനിവൺ ദേ ആർ ലൈക്ക് ഓ ദിസ് ഇസ് ക്രൈസി, അയ്യോ ഇതിൻ്റെ അകത്ത് എന്തോ ഉണ്ടെന്ന് മനസ്സിലായിട്ട് പിന്നെ അങ്ങനെ ഇത് പിന്നെ ലാസ്റ്റ് ഇത് ഓഫ് ആവാസയും ഐ തോട്ട് ലൈക്ക് ആവാസത്തിന് എൻ്റർടൈനിങ് ആക്കിയേ പറ്റൂ. നൗ ദാറ്റ് ദിസ് മെറ്റീരിയൽ ഇസ് റിയലി ഗുഡ്. ഇതിനെ എൻ്റർടൈനിങ് ആക്കിയില്ലെങ്കിൽ ഇതിൻ്റെ ആക്സസിബിലിറ്റി കുറേ പേർക്ക് പോകും. എൻ്റെ അമ്മയും അല്ലെങ്കിൽ എനിക്കറിയുന്നുള്ള കുറേ ചേട്ടന്മാരും എൻ്റെ കുറേ ഫ്രണ്ട്സും ഒക്കെ ഇവർ ആവാസി ആർട്ടോടൊന്നും പറഞ്ഞ് കാണാതിരിക്കും. അപ്പോൾ ഇതിനെ ലാസ്റ്റ് ലെഗ് ഞാൻ അങ്ങ് ആക്സസിബിൾ ആക്കി, ജോക്സും അതും ഇതൊക്കെ വെച്ചിട്ട് ലൈക്ക് സോ ദാറ്റ് ഇഫ് യു ആർ watching the first 1 hour, you will be so rewarded in the second half if you are a normal audience, not a one with privilege or not somebody who knows about Gabriel Garcia. അതൊന്നും അറിഞ്ഞുകൂടെങ്കിലും നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു ഐഡിയ കൊണ്ട് ഇങ്ങനെ ആവാസത്തിൻ്റെ ചെയ്യണം. അത് അപ്പോൾ ക്രോണോളജിക്കലാണോ ഷൂട്ട് ചെയ്തത്? ഈ ഫസ്റ്റ് 40 minutes പറഞ്ഞുകൊണ്ട് ചോദിക്കുക. അതെ ക്രോണോളജിക്കലാണ് ഷൂട്ട് ചെയ്തത്. ഡെയിലി ക്രോണോളജിക്കൽ അല്ല, എല്ലാ സിനിമയും അങ്ങനെയാണോ അതോ അതിൻ്റെ അല്ല ക്രോണോളജിക്കലി ഷൂട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സീരീസ് ക്രോണോളജിക്കലാണ് ഷൂട്ട് ചെയ്തിരുന്നത്. പക്ഷേ ഫസ്റ്റ് 2 episodes ആണ് ക്രോണോളജിക്കൽ എന്ന് വെച്ചാൽ എക്സാക്ട്ലി ഓർഡറിലല്ലേ ഷൂട്ട് ചെയ്യുന്നത്. 2 episodes ഷെഡ്യൂളാണ്. അപ്പം ലാസ്റ്റ് ഫൈറ്റ് ആയിട്ട് 7ാമത്തെ ദിവസം വരും, അല്ലെങ്കിൽ അതിൻ്റെ എൻഡിങ്ങിലുള്ള വർക്കലയിലെ മഴ വിഴിഞ്ഞത്തെ മഴയിൽ നിൽക്കുന്നത് 5th or 7th ഡേ കണ്ട് വരും. അപ്പം ഫസ്റ്റ് 2 episodes പക്ഷേ ക്രോണോളജിക്കൽ. അപ്പം ഒരു ചങ്കാണ് ക്രോണോളജിക്കലി വരുന്നത്. അപ്പോൾ അത് ടൈമും ഇത് മറ്റേ 3 ചങ്കുണ്ട് 2018. സോ ലൈക്ക് ബൈ നൗ ദാറ്റ് പാറ്റേൺ വിൽ ബി വെരി ക്ലിയർ. ഇപ്പോൾ എൻ്റെ ഉത്സാഹദിവസത്തിൽ 3 പീരീഡ് ഓഫ് ടൈം ആൻഡ് എവറി പീരീഡ് വി ആർ സ്പെൻഡിങ് 3 months or 4 months വിത്ത് എ ക്യാരക്ടർ. അങ്ങനത്തെ പാറ്റേണൊക്കെ എനിക്ക് ഇപ്പം വന്നു തുടങ്ങി. അപ്പോൾ ഞാൻ തന്നെ അത് കാണുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് ആവാസവ്യവും, അതുപോലെ തന്നെയാണ് ഉത്സാഹദിവസവും, അതുപോലെ തന്നെയാണ് സീരീസും ഒക്കെ. വേർ യു ആർ സ്പെൻഡിങ് 2 years വിത്ത് എ ക്യാരക്ടർ ആൻഡ് ദെൻ യു ഷോ ദം 2 years, 4 years later or 6 years later. അപ്പോൾ ആ 2 years നമ്മൾ ഒത്തുചെയ്യും. സോ ഈ ആവാസവ്യൂഹം ഒരു മോക്യുമെന്ററി സ്ട്രക്ചറിൽ ലൈക്ക് വെൻ യു ഡിഡ് യു എവർ ഹാവ് ഇറ്റ് പ്ലാൻസ് ടു റിലീസ് ഇറ്റ് ഇൻ തിയേറ്റർ, അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നോ? എനിക്ക് ആവാസവ്യൂഹത്തിനെ കുറിച്ച് ഞാൻ തിയേറ്ററിനെ കുറിച്ച് ഒന്നും ആലോചിച്ചിട്ടില്ല. ഐ വോണ്ട് പീപ്പിൾ ടു എൻജോയ് ഇറ്റ് എന്നുള്ള സാധനം മാത്രമേ ആലോചിച്ചിട്ടുള്ളൂ. ഇപ്പം നമ്മൾ എവറി 4-5 seconds എന്തെങ്കിലും സംഭവിക്കും, അറ്റൻഷൻ സ്പാൻ നമ്മൾ എടുത്തുകൊണ്ടിരിക്കും. മ്യൂസിക് നമ്മുടെ ആ ഒരു പേസിയാണ്, ദർ ആർ ജോക്സ് വർക്കിംഗ് ഔട്ട്, അങ്ങനെ ആലോചിച്ചിട്ടുള്ളൂ. ആവാസവ്യൂഹം ഇപ്പോൾ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ആൾക്കാർ എൻജോയ് ചെയ്യും. കാരണം ഈ ഫിലിം പ്രിവിലേജ് ഉള്ള ആൾക്കാർ പോലും വൃത്താകൃതിയിലുള്ള ചതുരം കണ്ടിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എവ്രി വൺ ടോക്സ്. ഫിലിം സൊസൈറ്റീസ് വിളിച്ചിട്ടില്ല, വൃത്താകൃതിയിലുള്ള ചതുരം കാണാൻ വിളിച്ചിട്ടില്ല. ലൈക്ക് ഫിലിം സൊസൈറ്റീസ് ആർ സപ്പോസ് ടു സപ്പോർട്ട് ഇൻഡി സിനിമ. പക്ഷേ ബോറിംഗ് ആണെങ്കിൽ ഇൻഡി സിനിമയും വേണ്ട, അല്ലെങ്കിൽ കൾച്ചറൽ ഗ്യാപ്പിലുള്ള ആൾ സിനിമ ഉണ്ടാക്കിയില്ലെങ്കിൽ വേണ്ട എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡൊക്കെ ഞാൻ കണ്ടു. അപ്പോൾ സിനിമയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പോലും നമ്മുടെ സിനിമയെ വിളിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇത് എൻ്റർടൈനിങ് ആക്കിയ ആൾക്കാർ വിളിക്കും. അതായത് ആ വരുന്ന ക്രൗഡിലെ ആൾക്കാർ എൻജോയ് ചെയ്യണം. അപ്പോൾ ആ എൻജോയ്മെൻറ്റ് കൊടുക്കണമെന്ന് ആവാസവ്യൂഹത്തിനുണ്ടായിരുന്നു. ലൈക്ക് അത് IIT അല്ലേ, ലൈക്ക് 2013 തൊട്ട് അത് അറ്റൻഷൻ സ്പാനും അത് ലൈക്ക് പ്രൈമറി സ്കിൽസിലൊന്നാണ്. അത് ഈ എന്റർടൈൻമെന്റ് ക്വസ്റ്റ്യൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നേരത്തെ പറഞ്ഞത് ലൈക്ക് യു ഡോണ്ട് വാണ്ട് ടു ബി ഐഡന്റിഫൈഡ് അല്ലെങ്കിൽ ബ്രാക്കറ്റഡ് ആസ് എ എക്സ്പെരിമെന്റൽ ഡയറക്ടർ ഫിലിം മേക്കർ എന്നുള്ള. അപ്പോൾ ഇത് എപ്പോഴും ഉണ്ട്. ഈ സീരീസിലൊക്കെ ആണെങ്കിൽ ചില സമയത്ത് ആ ഒരു എക്സ്പെരിമെന്റൽ ഇത് വരും, ഈ ഫ്ലറിഷസ് ഭയങ്കര ഇങ്ങനെ പോകും, ചില ഒരു കമേഴ്ഷ്യൽ എലിമെന്റ്. സോ അതൊരു കോൺഷ്യസ് ബാലൻസിങ് ആണ്. എന്ന് വെച്ചാൽ എനിക്ക് എക്സ്പെരിമെന്റ് ചെയ്യാൻ ഇഷ്ടമെന്ന് വെച്ചാൽ നമുക്ക് ആ മീഡിയമായിട്ട് വർക്ക് ചെയ്യാൻ കിട്ടി. സിനിമ എടുത്തു, അപ്പം ഒരു സിനിമയ്ക്ക് 2 സിനിമയ്ക്ക് എടുക്കുമെന്ന് വിചാരിച്ചാൽ അതിൽ കൂടുതലെടുത്തു. അപ്പം ഇനി ആ മീഡിയത്തിൽ നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഓൺലി വെൻ യു ഡു സംതിങ് വിച്ച് കനോട്ട് ലാൻഡ്. ഇപ്പോൾ 10 എണ്ണത്തിൽ ഒരു 5 എണ്ണം 6 എണ്ണമൊക്കെ ലാൻഡ് ചെയ്ത് 7 എണ്ണമൊക്കെ ലാൻഡ് ചെയ്താൽ തന്നെ ഭയങ്കര ഫണ്ണാണ്. അപ്പോൾ ലാൻഡ് ചെയ്യാൻ പാടുള്ള കമ്മ്യൂണിക്കേഷൻ ഡിസൈനുകൾ ഇപ്പം ഭയങ്കര നല്ലതിൽ നോക്കുന്നുണ്ട്. ഞാൻ അത് പുരുഷപ്രയത്നം തൊട്ടാണ് അതിന് ഇച്ചിരി കൂടെ സ്ട്രോങ്ങർ ആണ്. ആവാസത്തിൽ അങ്ങനെയൊന്നും തിങ്കല്ല ചെയ്തത്. പക്ഷേ പുരുഷപ്രയത്തിലൊക്കെ ദിസ് മൈറ്റ് നോട്ട് ലാൻഡ് ബട്ട് ലെറ്റ്സ് കീപ്പ് ഇറ്റ്, ഇത് ലാൻഡ് ചെയ്താൽ ഫണ്ണായിരിക്കും. അങ്ങനെ പതുക്കെ ഇപ്പം എന്തോ ജഗദീഷ് സാറിൻ്റെ അച്ഛനും മകനും ജയിലിൽ കണ്ടുമുട്ടുന്നു, ഏതെങ്കിലും ഹിന്ദി സ്റ്റാറിന്, അത് ജഗദീഷ് സാർ ആണ് ആ ഡയലോഗ് പുള്ളിയാണ് എഴുതിയത്. അച്ഛനും മകനും മകനിൽ കൊണ്ടുവെത്തുന്നു സിനിമാറ്റിക് മൊമെൻറ്റ് എന്നാണ് എൻ്റെ സ്ക്രിപ്റ്റിലുള്ളത്. പക്ഷേ
ഏതെങ്കിലും ഹിന്ദിയിലെ ഖാനിനെ കൊണ്ടൊരു ഡബിൾ റോൾ ചെയ്യിപ്പിക്കും അതൊക്കെ സാർ. അപ്പോൾ അങ്ങനത്തെയൊക്കെ സാധനം വരുന്ന ആ സീക്വൻസ് ഉണ്ടല്ലോ, വേർ യു ആർ ടോക്കിംഗ് അബൌട്ട് ദശരഥൻ ആൻഡ് ദശരഥൻ ഹാസ് 10 heads ആൻഡ് ഹിസ് ഫാദർ. അപ്പോൾ ഇത് കണക്റ്റ് ആവും നമുക്ക് അറിഞ്ഞൂടാ. ലൈക്ക് ഇറ്റ് ക്യാൻ ഓൾസോ ലാൻഡ് ആൻഡ് പൊട്ടിപ്പോവാം. അതൊക്കെ ജഗദീഷ് അല്ലല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞ ഈ കോൺസെപ്റ്റ് ഉണ്ടല്ലോ, അതായത് ദശരഥൻ്റെ കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ട് അച്ഛൻ 10 തലയുള്ള ആളാണ്, പക്ഷെ അച്ഛൻ ജയിലിൽ മറ്റേ പുഷറാണ് അച്ഛൻ ജയിലിൽ. അപ്പം ഇയാൾ ജയിലിൽ പുഷറുമാണ്, അറ്റ് ദ സെയിം ടൈം ജയിലിലെ മേശ്ശേരിയാണ്. അപ്പോൾ അച്ഛൻ മേശ്ശേരി എന്ന് വെച്ചാൽ വിത്ത് പോലീസും പുഷർ എന്ന് വെച്ചാൽ വിത്ത് ഇതാണ്. ആൻഡ് അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരുമ്പോൾ അച്ഛനും മകനും കാണുന്നു. പക്ഷേ ഈ ഒരു കോൺസെപ്റ്റിൽ നമ്മൾ ഒരു രാജാവിനെയൊക്കെ കൊണ്ടുവരുന്നു. ദിസ് മൈറ്റ് വർക്ക് ആൻഡ് മൈറ്റ് നോട്ട് വർക്ക്. അപ്പോൾ ഈ മൈറ്റ് നോട്ട് വർക്ക് എന്ന് പറയുന്ന സാധനം കാരണം പേടിച്ചത് ചെയ്യാതെ അല്ലാതെ ഞാനങ്ങ് ചെയ്യും. അപ്പോൾ അത് കുറേ പേര് വർക്ക് ചെയ്യില്ലെന്നൊക്കെ പറയും. പക്ഷെ ഇത് ചെയ്ത് തുടങ്ങിയാലേ ഇങ്ങനത്തെ മാഡ്നെസ് വരത്തുള്ളൂ. അത് നമ്മൾ ഇങ്ങനത്തെ ഒരു സ്പേസിൽ നിന്ന് വരുന്ന ഒരാളെ രാജാവായിട്ട് കാണിക്കും, അതും തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ കോസ്റ്റ്യൂമിൽ കാണിക്കും എന്നൊക്കെ പറയുന്ന പൊളിറ്റിക്സൊക്കെ ഉണ്ട് അതിൻ്റെ. പക്ഷേ അത് ചെയ്ത് അത് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഓക്കെ അത് വർക്ക് ചെയ്തു. പക്ഷേ ആ എപ്പിസോഡിൽ തന്നെ വർക്ക് ചെയ്യാത്ത പല പല കൊച്ചു 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 സാധനങ്ങളുണ്ട് വർക്ക് ചെയ്യാത്തത്. ഇപ്പോൾ സെന്തിലിൻ്റെ കുറേ സാധനങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ എനിക്കൊന്ന് വർക്ക് ചെയ്തിട്ടില്ല, പക്ഷേ അത് നമ്മൾ കാണിച്ചേ പറ്റുമെന്നേ. അപ്പോൾ ആ എക്സ്പെരിമെൻറ്റ് ഞാൻ ഇങ്ങനെ ചെയ്തിട്ട് അപ്പോൾ അത് വർക്കിംഗ് അല്ലാത്തൊരു സ്ഥലം വരുമ്പോഴത്തേക്കും അത് കഴിഞ്ഞിട്ടുള്ളൊരു ഏരിയ അങ്ങ് ക്രേസി ആക്കും. ലൈക്ക് അറ്റൻഷൻ സ്പാനൊക്കെ ആൾക്കാർക്ക് തരിയൊന്നും വേണ്ട, നമ്മൾ അവരെ റൈഡ് ചെയ്ത് കൊണ്ടുപോകും. സോ ദാറ്റ് ആ ഒരു സ്ഥലത്തിൻ്റെ പാളിച്ച മാറുന്ന അങ്ങനെ ചെയ്യും. ഇപ്പം ഡെലിബറേറ്റ്ലി ആണ് ചെയ്യുന്നത്. അത് ഈ റൈറ്റിങ്ങിലാണെങ്കിൽ ആ ഫ്ലോ റൈറ്റിങ്ങിൽ ആവാസവ്യവും അല്ലാതെ ഒന്നും അങ്ങനെ ഫ്ലോയിലല്ല. ഫ്ലോ കഴിഞ്ഞിട്ട് ദെൻ യു വർക്ക് ഓൺ കമ്മ്യൂണിക്കേഷൻ ഡിസൈൻ. ഈ സീൻ വന്നു, ഇതൊരു ഇമോഷണൽ സീനാണ്, സഞ്ജുവും അച്ഛനും തമ്മിൽ സംസാരിക്കുന്നു, അപ്പോൾ അവിടെ ദാറ്റ്സ് ഗോയിങ് ടു ബി എ വെരി ഇമോഷണൽ സീൻ. ഹൗ ക്യാൻ ഐ ക്രാക്ക് എ ജോക്ക് ഹിയർ സോ ദാറ്റ് ദറ്റ് ഇമോഷണൽ സീൻ ഓൾസോ ഹാസ് സം ക്വർക്ക്. അപ്പോൾ നെപ്പോട്ടിസത്തിൻ്റെ ജോക്ക് അടിക്കാം, അങ്ങനെ അത് വർക്ക് ചെയ്യാം. അപ്പോൾ ആ നെപ്പോട്ടിസത്തിൻ്റെ ജോക്കിൽ നിന്ന് പിന്നെ വീണ്ടും വന്നു, പിന്നെ ആൾക്കാരെ ഇമോഷണലിലോട്ട് കൊണ്ടുപോയിട്ട് ബ്രേക്ക് ഇറ്റ് വിത്ത് സെന്തിൽ. അപ്പോൾ ഇതിങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് അതിൻ്റെ ഒരു കമ്പനി. ആൻഡ് ഐ തിങ്ക് മോസ്റ്റ് ഫിലിം മേക്കേഴ്സ് ഡു. എനിക്ക് അറിയുന്നുള്ള ഞാൻ വർക്ക് ചെയ്യുന്ന എല്ലാ ഫിലിം മേക്കേഴ്സും ഇങ്ങനെ ഒരു ഫ്ലോയെക്കുറിച്ച് പറയാം. മ്യൂസിക് ഉണ്ടാക്കുന്ന പോലെ തന്നെ നമ്മൾ കുറച്ച് നേരം ഒരു സാധനം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് വൈറ്റ് നോയ്സ് ആവും. എത്ര നല്ല മ്യൂസിക്കാണ്. അപ്പോൾ ആ വൈറ്റ് നോയ്സിനെ ചെറിയൊരു എലിമെൻറ്റ് വെച്ച് ബ്രേക്ക് ചെയ്യും, പിന്നെ ചെറിയൊരു എലിമെൻറ്റ് വെച്ച് ബ്രേക്ക് ചെയ്യും. അപ്പം അതുപോലെ കൃഷ്ണന്റെ പേര് ഭയങ്കര പെക്യുലർ ആണ്, അതേപോലെ തന്നെയാണ് സിനിമകളുടെ പേരും. ഈ രണ്ടിന്റെയും കഥകളൊന്ന് പറയാം, ഈ പേര് സ്വന്തം പേരിന്റെയും സിനിമയുടെ പേരിന്റെയും. സ്വന്തം പേര് എനിക്ക് തോന്നുന്നു അമ്മുമ്മ കൃഷ്ണാനന്ദ് എന്നും കണ്ടാണ് കേട്ടത്. എന്നിട്ട് അമ്മുമ്മ കല്ലറയിൽ നിന്ന് ട്രാവൽ ചെയ്ത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിയപ്പം ഇങ്ങനെ ആയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സീരിയസ്ലി അല്ലേ, അമ്മുമ്മയാണ് കൃഷ്ണാനന്ദിൻ്റെ പേരിട്ട്. അപ്പോൾ ഇതായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ വേറൊന്ന് HND ഒക്കെ ഇട്ടു. അപ്പോൾ കൊച്ചിലേന്ന് എനിക്കിത് എല്ലാവരും തെറ്റിച്ചേ പറയത്തുള്ളൂ. അപ്പോൾ എനിക്കത് വിയേർഡായിരുന്നു. പിന്നെ ഞാൻ നോക്കുമ്പോഴത്തേക്കും ഒരു ക്ലാസ്സിൽ ഒരാളെ ഉള്ളൂ. അരുണൊക്കെ 15 പേരുണ്ട്, അല്ലെങ്കിൽ കിഷോർ 4 പേര് കാണും. എൻ്റെ ഫോണിൽ തന്നെ അരുണിനെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ അരുൺ കൂട്ടുകാരൻ്റെ അടുത്ത് എത്താൻ വേണ്ടി ഒരു പഴയ നമ്മൾ വെറുത്ത അരുണിനെ കടന്നു വരണം. എനിക്ക് അല്ല അരുൺ അനൂപ്. അപ്പം നമുക്ക് കൃഷ്ണാന്ത് കുറച്ചേ ഉള്ളൂ, ലൈക്ക് കുഴപ്പമില്ല. അപ്പം ദാറ്റ്സ് ഐ തിങ്ക് അമ്മുമ്മ പുട്ട് ദാറ്റ് നെയിം ആൻഡ് പിന്നെ അത് അങ്ങനെയായി. വിത്ത് കൃഷാന്ത് ഫിലിംസ് ഐ തോട്ട് ലൈക്ക് അമിതാഭ് ബച്ചൻ അയാളുടെ ഫിലിം കമ്പനി തുടങ്ങിയ സമയത്ത് ദാറ്റ് ഡി നോട്ട് വർക്ക് ഔട്ട്. അപ്പോൾ ആ സമയത്ത് എനിക്ക് എപ്പോഴും എൻ്റെ പേര് തന്നെ എന്തെങ്കിലും സ്ഥാപനം തുടങ്ങണം. കൃഷാന്ത് ഹോട്ടലോ, കൃഷാന്ത് ഫ്രൈഡ് ചിക്കനോ, ലൈക്ക് വിത്ത് അവർ നെയിമേ. അപ്പോൾ അങ്ങനെ ആയിരുന്നു. പിന്നെ അനുരാഗ് കശ്യപ്പ് ഫിലിം കമ്പനി തുടങ്ങിയപ്പോഴത്തേക്കും അയാളുടെ പേര് തന്നെ യൂസ് ചെയ്തു. ഈയിടെ ഒരു മീം തന്നെ വന്നില്ലായിരുന്നു കൊസാനിന്. എനിക്കത് ഭയങ്കര ലൈക്ക് പീപ്പിൾ ഇപ്പോൾ ചിലർ അവരുടെ പേരല്ലാതെ അതിന് വേറൊരു കോൺസെപ്റ്റ് വെച്ചൊരു പേരുണ്ടാകും. കുറച്ച് കാലം കഴിയുമ്പോൾ ഈ കോൺസെപ്റ്റ് അങ്ങ് വളരും. അപ്പോൾ ഇവർക്ക് ഈ കോൺസെപ്റ്റിൽ നിന്ന് അവരെ തന്നെ മാറ്റാൻ പറ്റും. അപ്പം ആപ്പിളിൽ നിന്ന് ഈ സ്റ്റീവ് ജോബ്സിനൊക്കെ മാറ്റിയൊക്കെ പോലെ ഞാൻ വിചാരിച്ചത് ഞാൻ എന്നെ അങ്ങനെ മാറ്റാൻ പറ്റില്ല, എൻ്റെ പേരിലല്ല എന്ന്. അങ്ങനെയൊക്കെ ഞാൻ ആലോചിച്ചിട്ടാണ് കൃഷാന്ത് ഫിലിംസ് ആയിട്ട് തുടങ്ങിയത്. വിത്ത് ഫിലിം നെയിംസ് ഞാൻ എവിടെയോ എനിക്ക് ലിറ്ററേച്ചർ വൈസ് ഫസ്റ്റ് മീനിങ്, സെക്കൻഡ് മീനിങ്, തേർഡ് മീനിങ്, ഫോർത്ത് മീനിങ് ഒക്കെ കിട്ടണം. അപ്പം ഈ ഹൈറാർക്കി ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ മനസ്സിലായപ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്നൊരു പേര് കൊടുക്കാൻ പറ്റും. അല്ലാതെ കുറച്ചുകൂടെ ലിറ്ററേച്ചർ സ്വഭാവമുള്ള പേരുകൾ തന്നെ ഇരിക്കട്ടെ. അപ്പോൾ ഇത് വൺ ഗുഡ് പാർട്ട് ഓഫ് my filmmaking career is that everybody feels that they have discovered me. Everyone.
oh, we've discovered this. This is so underrated. But everyone in the room has watched it. അപ്പം ഈ ഒരു സാധനം എപ്പോഴും ഈ ഒരു പേരിൻ്റെയും ഈ ഒരു ആർട്ട് വർക്കിൻ്റെയും കൂടെ വരും. അത് ഭയങ്കര രസമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പേര് ഡിസ്കവർ ചെയ്യുന്നുണ്ട്, ഞാൻ ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷേ എല്ലാവർക്കും ആ ഒരു ദിസ് ഇസ് സംതിങ് ദാറ്റ് വി ഫൗണ്ട് ഔട്ട്, അത് സംതിങ് ദാറ്റ് വി റിലേറ്റ് ടു, അങ്ങനെ ഒരു സംഭവം വരും. അപ്പോൾ അത് ഒരു ചെറിയ പേരൊക്കെ വരുമ്പോഴത്തേക്ക് അതിനൊരു ട്രിവിയൽ സംഭവം വരും, 2 സ്വരമുള്ള പേര് വരുമ്പോഴത്തേക്ക്. മാർക്കറ്റിങ്ങിൽ അതാണ് ബെറ്റർ. പക്ഷെ ഞാൻ മാർക്കറ്റിങ്ങിൽ ആ ഒരു സാധനത്തിൽ ഞാൻ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അല്ല ലൈക്ക് സംഭവ വിവരണം 4 സംഘം, വിച്ച് ഇസ് ഓൾസോ കോൾഡ് 4 സംഘം, വിച്ച് ഇസ് ഓൾസോ കോൾഡ് 4.5 gangs ഫോർ മാർക്കറ്റിംഗ്. പക്ഷേ ഇത് എൻ്റയർ നെയിം സംഭവ വിവരണം 4 സംഘം, ക്രോണിക്കൽസ് ഓഫ് ദ 4.5. അതിൽ 2 ദയ്ക്ക് വേണ്ടി ഞാനും എൻ്റെ ഇപിയും കൂടെ കുറേ സംസാരിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ കുറേ 2 ദയുള്ള സാധനങ്ങൾ കണ്ടുപിടിച്ചു. ദ ക്യാച്ചർ ഇൻ ദ റൈ എന്നൊക്കെ എല്ലാത്തിലും 2 ദ വരണം. കാരണം ദ ക്രോണിക്കൽസ് ഓഫ് ദ 4.5 gang ഇസ് ആക്ച്വലി ഈ 2 ദ വരുമ്പം അതിനൊരു പ്രശ്നമൊക്കെ ഉണ്ട്, ഗ്രാമറൊക്കെ പ്രശ്നമുണ്ട്. പക്ഷേ സ്റ്റിൽ ദ സംതിങ് ഓഫ് ദ സംതിങ് ഇസ് സോ ഗുഡ്. ഞാൻ അതിനുവേണ്ടി ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഈ ആവാസവ്യൂഹത്തിന്റെ ഒരു വിജയം അല്ലെങ്കിൽ അത് ആളുകളിലേക്ക് ജനകീയമായി എത്തിയത് കൃഷ്ണന്റെ കരിയറിൽ ഒരു വളരെ ഇമ്പോർട്ടന്റ് സിഗ്നിഫിക്കന്റ് സ്റ്റെപ്പാണ്. സോ ലൈക്ക് യു ഗെറ്റിംഗ് എ കോൾ ഫ്രം ലൈക്ക് സമ്മൺ ലൈക്ക് മമ്മൂട്ടി, അത് ആ സിനിമ ആ ഒരു എന്താ പറയാ വാലിഡേഷൻ എത്ര ഇമ്പോർട്ടന്റ് ആയിരുന്നു? ബിക്കോസ് മമ്മൂട്ടി ഒരു പടം പ്രൈസ് ചെയ്തു എന്ന് പറയുമ്പോൾ ഈവൻ ഇഫ് ഇറ്റ് ഇസ് എ നീഷ് ഫിലിം പീപ്പിൾ വിൽ ബി ഇൻട്രസ്റ്റഡ് ടു വാച്ച് ഇറ്റ്. ഐ തിങ്ക് മമ്മൂട്ടി സാറ് അത് ആ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞപ്പോഴത്തേക്ക് അത് കഴിഞ്ഞിട്ട് വ്യൂ അങ്ങ് കയറി, പ്രസ് കോൺഫറൻസിൽ പറഞ്ഞപ്പോൾ വ്യൂ കയറി. ആൻഡ് ഇറ്റ്സ് ഓൾസോ സർപ്രൈസിങ് ദാറ്റ് പീപ്പിൾ ഇൻ പവർ ആൻഡ് പീപ്പിൾ ഇൻ സച്ച് ബിഗ് പൊസിഷൻസ് ആർ ഓൾസോ എക്സ്പോസ് ടു എവറിത്തിങ് ദാറ്റ് ഇസ് മെയ്ഡ് ഇൻ ദാറ്റ് ഇൻഡസ്ട്രി, വിച്ച് ഇസ് അത് ബിഗ് ഡീലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബിഗ് ഗൺസ് ആകുമ്പോഴത്തേക്കും വാട്ട് വി എൻഡ് അപ്പ് ഡൂയിങ് ഇസ് വി സ്റ്റാർട്ട് ഇഗ്നോറിങ് ദ സ്മോൾ ഫ്രൈസ് ഇൻ സച്ച് എക്കണോമിക് പോർഷൻസ് ഓഫ് ദാറ്റ് എക്കണോമി. എന്ന് വെച്ചാൽ അവരുടെ ഇപ്പം ഞാനൊരു സിനിമ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു 200 crore ബഡ്ജറ്റ് ചിലവാക്കിയ ഒരു സിനിമയ്ക്ക് ഒരു വ്യത്യാസവും വരുന്നില്ല. അപ്പോൾ അവർ നമ്മുടെ വർക്ക് കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ അവർ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദിസ്, അതായത് അണ്ടർഗ്രൗണ്ട് കൾച്ചറിൽ എന്താണ് സംഭവിക്കുന്നത്, മെയിൻ സ്ട്രീമിൽ എന്താണ് സംഭവിക്കുന്നത് എന്നൊക്കെ പറയുന്നതല്ലേ, അതൊക്കെ അവർ നോക്കുന്നത് ഭയങ്കര. അപ്പം നമുക്കത് പറഞ്ഞപ്പോഴത്തേക്കും തിങ്സ് ചേഞ്ച് ഫോർ ദ ഫിലിം ബിക്കോസ് പീപ്പിൾ സ്റ്റാർട്ട് വാച്ചിങ് ഇറ്റ് ഇൻ ദി ഇൻഡസ്ട്രി ഇറ്റ് സെൽഫ്. അതൊരു ബിഗ് ഡീലാണ്. എനിക്ക് കരിയർ മാറിയത് ആ ഒരു പോയിന്റിലല്ല എനിക്ക് മാറിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ഡിഡ് സെൽ ദിസ് ടു സോണി ലിവ് ആൻഡ് ഐ ഓൾസോ ഗോട്ട് വൺ ഓൾ ദ മേജർ അവാർഡ്സ് ദാറ്റ് ഇയർ. അപ്പം അത് കാരണം ഇത് വന്നു, കൾച്ചറൽ ക്യാപിറ്റൽ വന്നു. കൾച്ചറൽ ക്യാപിറ്റൽ വരുമ്പോഴത്തേക്കും ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഓട്ടോമാറ്റിക്കലി കൾച്ചറൽ ഇത് വരും. ഇപ്പം എനിക്ക് 5000 രൂപ കടം തരുക ആൾക്കാർക്ക് പ്രശ്നമായിരുന്നു. പക്ഷെ അവാർഡ് കിട്ടിയ സമയത്ത് എൻ്റെ അക്കൗണ്ടിൽ പൈസ ഇല്ല. പക്ഷേ ആൾക്കാർ 5000 രൂപ 50,000 രൂപ 5 ലക്ഷം രൂപ ഇപ്പം 5 കോടിയായി ലൈക്ക് കടം അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ തരാം. അപ്പോൾ ഈ കൾച്ചറൽ ക്യാപിറ്റലിൽ നമുക്ക് അവാർഡ്സും ഈ സിനിമയുടെ റെക്കഗ്നീഷനും ഇപ്പോൾ ഈ പൈസ തരുന്ന ആൾക്കാരെല്ലാം സിനിമ കാണണമെന്നില്ല. പക്ഷേ ഈ കൾച്ചറൽ ക്യാപിറ്റൽ വന്നു. കൾച്ചറൽ ക്യാപിറ്റലിൻ്റെ കൂടെ തന്നെ ബിസിനസ് വയബിലിറ്റി വന്നു. ക്യാപിറ്റലിസത്തിൽ ഇവന് പൈസ ചിലവാക്കി കഴിഞ്ഞാൽ അവൻ പൈസ തിരിച്ചുകൊണ്ട് വരും എന്നുള്ള ഇത് വന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇത് മാറിയിരിക്കുന്നത്. അപ്പോൾ ദാറ്റ് ഇസ് ഹൗ ആവാസവ്യൂഹം കോൺട്രിബ്യൂട്ടഡ് ടു ദിസ് ആൻഡ് ഐ ഫോളോഡ് ഇറ്റ് അപ്പ് വിത്ത് പുരുഷപ്രേതം. എന്ന് വെച്ചാൽ ആവാസവ്യൂഹം ഇറങ്ങിയപ്പോഴത്തേക്ക് തന്നെ എന്നിലെ ബിസിനസ്മാൻ ഉണർന്നു. എന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചു വിത്തിൻ 6 months ഐ ഹാവ് ടു ഗെറ്റ് അനദർ മെറ്റീരിയൽ ഔട്ട് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഫ്രം ആവാസവ്യൂഹം. ബട്ട് അതിൻ്റെ സോൾ സ്റ്റോറി ടെല്ലിങ്ങിലുണ്ട്. പക്ഷേ പുരുഷപ്രേതം എനിക്ക് വിത്തിൻ 6 months എനിക്ക് ആവാസവ്യൂഹം ഓഗസ്റ്റിൽ ഇറങ്ങി, പുരുഷപ്രേതം ഫെബ്രുവരിയിൽ ഇറങ്ങി. ഇപ്പോൾ അങ്ങനെ ഇറക്കാൻ പറ്റി. ഞാനത് കുറേ എഫേർട്ട് എടുത്തു പുരുഷപ്രേതം ബാക്ക് ചെയ്യാൻ ഇതിൻ്റെ കൂടെ തന്നെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെറ്റീരിയൽ വന്നു, അത് ഡിഫറെൻ്റ് ആണെന്നൊക്കെ ആൾക്കാർ പറഞ്ഞപ്പം നോ ലുക്ക് അറ്റ് ദിസ് ഓൾസോ. അപ്പം പുരുഷപ്രേതത്തിന് കുറച്ചുകൂടെ വൈഡർ ഓഡിയൻസ് വന്നു ബിക്കോസ് ഓഫ് സാറ്റലൈറ്റ് ആൻഡ് ഓൾസോ ആക്സസിബിൾ ബിക്കോസ് ഓഫ് സം ഫെമിലിയർ ഫേസസ്, ബിക്കോസ് ഓഫ് പ്രശാന്ത് അലക്സാണ്ടർ, ജഗദീഷ് ചേട്ടൻ, ദർശന. അപ്പോൾ ഈ ഫെമിലിയർ ഫേസസ് വരുമ്പോഴത്തേക്കും അതാണ് നമ്മൾ ഏറ്റവും ഫെമിലിയർ ആൾക്കാർ വരുമ്പോഴത്തേക്കും ഇതിൻ്റെ മെറ്റീരിയലിനെക്കാട്ടും കൂടുതൽ ആൾക്കാർക്ക് ആക്സസിബിലിറ്റിയും കൂടും. അപ്പോൾ ആക്സസിബിലിറ്റി വന്നതാണ്. അങ്ങനെയാണ് കരിയർ മാറിയെന്ന് വിചാരിക്കും. ബട്ട് ഐ ഹാവ് ഓൾസോ സോൾഡ് മൈ ഫസ്റ്റ് സീരീസ് ടു Z5 in 2018. അപ്പം എനിക്ക് മണി വൈസ് Z5 ഒക്കെ ഞാൻ ബിസിനസ് ഇതിന് മുമ്പ് ആവാസവ്യൂഹത്തിന് മുമ്പ് വൃത്താകൃതിക്ക് മുമ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ ആവാസവ്യൂഹം എനിക്ക്
കുറേ ക്യാപിറ്റൽ തന്നു, കൾച്ചറിലും നെറ്റ്വർക്ക് ക്യാപിറ്റലും ഒക്കെ തന്നു. മരണത്തെ പറ്റി സിനിമ ചെയ്യുന്ന കൃഷ്ണാന്തന് പ്രേതത്തെ പേടിയാണെന്ന് കേട്ടിട്ടുണ്ട്. ഉണ്ട്. ഈ പ്രേതത്തെ പേടിയെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ഇമാജിൻ ചെയ്ത് പേടിക്കുന്നത്, പ്രേതം ഇല്ലെന്നൊക്കെ അറിയാം, സയൻറ്റിഫിക്കലി നമുക്ക് പ്രൂവ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. പക്ഷേ സ്റ്റിൽ അങ്ങനത്തെ ഒരു കണ്ടീഷനിങ്ങിൽ നിന്നും അങ്ങനത്തെ സ്പേസിൽ നിന്നൊക്കെ വരുന്നതുകൊണ്ട് ആ ഇമാജിനേഷൻ ഉള്ളതുകൊണ്ട് ഇത് ഇമാജിൻ ചെയ്ത് ഞാൻ പേടിക്കും. ഞാൻ ഭയങ്കരമായിട്ട് പേടിക്കും. അപ്പോൾ ഞാൻ അങ്ങനത്തെ സാധനങ്ങൾ അവോയ്ഡ് ചെയ്യും. പിന്നെ എനിക്ക് തോന്നുന്നു ഓൾസോ ഈ ഒരു സെറട്ടോണിൻ ഡോപ്പമൈൻ ലെവലിൻ്റെ പ്രശ്നമായിരിക്കും. ഇപ്പോൾ കുറച്ച് നേരം ഞാൻ ഒറ്റയ്ക്കൊക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ നോക്കുമ്പോഴത്തേക്കും എനിക്ക് ഈ ഒബ്ജക്റ്റുകളൊക്കെ ആരോ അവിടെ ഇരിക്കുന്നു അങ്ങനെയൊക്കെ ആവത്തുള്ളത്. അപ്പോൾ അത് ഇടയ്ക്ക് ഓവർ വർക്ക്ഡ് ആകുമ്പോൾ സ്ലീപ്പൊക്കെ പോകുമ്പോഴത്തേക്കും ഇങ്ങനെയൊക്കെ തോന്നി തുടങ്ങും. പക്ഷേ പേടിയാണോയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കെന്തോ പേടിയൊക്കെ അത്, പക്ഷെ അതില്ലയെന്നും അറിയാം. അപ്പോൾ ഇപ്പോൾ എനിക്ക് കുറേ പൈസയൊക്കെ തരുമെങ്കിൽ ശവപ്പറമ്പ് രാത്രി പോയി ആനടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പേടിയൊന്നുമില്ല. പക്ഷേ സ്റ്റിൽ ഒറ്റയ്ക്കൊരു നല്ലൊരു പഴയ വീട്ടിലൊക്കെ കുറേ താമസിക്കുമ്പോഴത്തേക്കും then I start thinking, oh, the Portuguese lived here and Dutch lived here and casteism was here and people might have been killed here and what happened to all those people and is this house breathing and what does a space do when it does not have people എന്നൊക്കെ പറഞ്ഞ് തിങ്ക് ചെയ്ത് ഇൻ്റലക്ച്വലായി അങ്ങ് പേടിച്ച് പൊട്ട് ഞാൻ. ലൈക്ക് ഹൊറർ ഫിലിംസ് കാണാൻ ഇഷ്ടമല്ലേ? ഞാൻ കാണൂല, ഞാൻ ഹൊറർ ഫിലിംസ് കാണൂല. ഞാൻ ബ്രഹ്മയുഗമൊക്കെ ഫസ്റ്റ് 25 minutes കണ്ടിട്ട് ഞാൻ ബ്രഹ്മയുഗം നിർത്തി. ഞാൻ ഭൂതകാലം ഞാൻ 20-25 minutes കണ്ടു കഴിഞ്ഞിട്ട് എനിക്ക് മനസ്സിലായി ദിസ് ഈസ് ഗോയിങ് ടു ഡിസ്റ്റർബ് മീ. ഭൂതകാലം ഞാൻ കണ്ടത് ബ്ലിങ്കേഴ്സാണ്. ഇങ്ങനെയാണ് ഭൂതകാലം കാണുന്നത്. പിന്നെ കോൺജറിങ് അറിയാതെ ഒരു പ്രാവശ്യം എൻ്റെ പേര് കോൺജറിങ് ആണ്, എൻ്റെ ഒരു ഫ്രണ്ട് പറ്റി 2 പ്രാവശ്യം. പിന്നെ ഞാൻ കോൺജറിങ് പഴയതൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ പോണി സ്മാഷർ എന്ന ഫിലിം മേക്കറിൻ്റെ പേര് വന്നു. ഷസാം എടുത്ത് അയാൾ ഒരു കോൺജറിങ് എടുത്തായിരുന്നു. അപ്പോൾ ഈസ് എ ഫിലിം മേക്കർ ദാറ്റ് ഐ ലുക്ക് അപ്പ് ടു ബിക്കോസ് ഈസ് ഫ്രം എൻ ഇൻഡി ബാക്ക്ഗ്രൗണ്ട്. പോഡ്കാസ്റ്റ് ഉണ്ട്, അപ്പോൾ എനിക്കും പോഡ്കാസ്റ്റ് ചെയ്യണമെന്നൊക്കെ ഉണ്ട്, എൻ്റെ വർക്കെല്ലാം എക്സ്പോസ് ചെയ്യണമെന്നൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാരണം പുള്ളിയുടെ കോൺജറിങ് വീണ്ടും പോയി കണ്ട എൻ്റെ പൊന്നോ ഗെറ്റ് ഔട്ട് പോലത്തെ ഒക്കെയാണോ? എനിക്ക് ഈ മനുഷ്യനെ കൊല്ലാൻ നടക്കുന്നത് ഭയങ്കര ഓക്കെയാണെന്ന്, ഭയങ്കര നോർമലല്ലേ. പക്ഷേ അത് അങ്ങനെയല്ല. ഈ ജംപ് സ്കെയർ പരിപാടി ഉണ്ടല്ലോ, ദിസ് ഇസ് സ്കാരി ഫോർ മീ. സ്കാരി അല്ല, എനിക്ക് എന്തോ എനിക്ക് അതുപോലെ തന്നെ എനിക്ക് പ്രാങ്ക് ഇഷ്ടമല്ല. ലൈക്ക് ഐ ഗെറ്റ് വെരി പ്രാങ്കിൻ്റെ തൊട്ടപ്പുറത്ത് ഗ്യാസ് ലൈറ്റിങ് ഇതൊക്കെ എനിക്ക് ഭയങ്കര എന്തോ അതുപോലെയാണ് എനിക്ക് ഈ ജംപ് സ്കെയർ. വെച്ചാൽ നമ്മളെ പിടിക്കൂലല്ലോ ഈ സാധനം, നമ്മളെ പേടിപ്പിക്കുകയല്ലേ ഉള്ളൂ. മിക്കവരെല്ലാം ജംപ് സ്കെയർ ചെയ്യുന്നത്. ജുറാസിക് പാർക്കിലെ ജംപ് സ്കെയർ ഭയങ്കര രസമാണ്. ലൈക്ക് ഇറ്റ് കംസ് അറൗണ്ട് ആൻഡ് ക്യാച്ചസ് യു. പക്ഷേ മറ്റേതെല്ലാം ജംപ് സ്കെയർ നോക്കിയിട്ട് പിന്നെ ദെൻ ദേ വെരി നോർമൽ. അതെന്തെങ്കിലും ഹാങ്ങർ തൂങ്ങി കിടക്കുന്നതായിരിക്കും, കർട്ടൺ അണങ്ങുന്നതായിരിക്കും, സ്വപ്നത്തിൽ നിന്ന് അടിക്കുന്നതായിരിക്കും. അപ്പോൾ എനിക്ക് ജംപ് സ്കെയർ, പക്ഷേ എനിക്ക് ജംപ് സ്കെയർ ഞാൻ എൻ്റെ ഫിലിംസിൽ എപ്പോഴും യൂസ് ചെയ്യും. ലൈക്ക് ഐ കീപ് യൂസിങ് ഇറ്റ് ഇൻ മൈ ഫിലിംസ് ബട്ട് ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. ഞാനതാ ചോദിക്കാൻ മതി. യൂഷ്വലി ഇങ്ങനെയുള്ളവര് അതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ഫിലിം അങ്ങനെ എപ്പോഴും ആലോചിച്ചിട്ടുണ്ടോ ഹൊറർ ഫിലിം? അല്ല, ഞാൻ ഹൊറർ കോമഡീസ് ചെയ്യാൻ ഭയങ്കര വി ആർ വർക്കിംഗ് ഓൺ എ ഹൊറർ കോമഡി സ്ക്രീൻ പ്ലേ റൈറ്റ് നൗ ആസ് വെൽ. അപ്പം ഹൊറർ കോമഡീസ് ചെയ്യാനൊക്കെ ഇഷ്ടമാണ്, പക്ഷേ കോമഡിയാണ് കൂടുതൽ, ഹൊററല്ല. എന്നുവെച്ചാൽ കാരണം ഇത് ചെയ്യുമ്പോഴത്തേക്കും ഇത് ഒബ്സസ്ഡ് ആയിപ്പോൾ. അപ്പോൾ ഇത് മൈൻഡിൽ ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കുക, അപ്പം അത് കുറച്ച് പേടിയാവും. പിന്നെ ഞാൻ ഇത് കണ്ടിട്ടുണ്ട്, ജാക്ക് ഓൾ വർക്ക് ആൻഡ് നോ പ്ലേ മേക്സ് ജാക്ക് എ ഡൾ ബോയ്. ഷൈനിങ് കണ്ടിട്ടുണ്ട്. ഷൈനിങ് കണ്ട് ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ചു. ലൈക്ക് ഐ സോ ഷൈനിങ്. So the ideas from Shining were taken across cinema and reused and used in such a way that Shining looks like a joke to a young boy now. എന്ന് വെച്ചാൽ അത് കാണുമ്പോഴത്തേക്ക് ഐ ഹേറ്റ് നമ്മൾ ബട്ട് ഞാൻ ആ ഷൈനിങ് കണ്ടിട്ട് ഞാൻ പേടിച്ചു പോയി. എനിക്ക് ആ സമയത്ത് എൻ്റെ ഒരു നെയ്ബറൊക്കെ മരിച്ച സമയമായിരുന്നു. കണ്ടിട്ട് എനിക്കത് ഇത് വന്നു. അങ്ങനെ ഞാൻ ഒരു സ്ക്രീൻ പ്ലേ എഴുതിയത് നിർത്തിയിട്ടൊക്കെ ഉണ്ട്. ലൈക്ക് വിത്ത് സന്തോഷ് തുണ്ടിൽ ഐ റോട്ട് എ സ്ക്രീൻ പ്ലേ, ഐ റീച്ച്ഡ് ടിൽ ഇന്റർവെൽ ആൻഡ് ബിക്കോസ് ഐ സോ ഷൈനിങ് ആൻഡ് മൈ നെയ്ബർ പാസ്ഡ് അവേ ഐ കുഡ് നോട്ട് റൈറ്റ് ഇറ്റ്. എന്ന് വെച്ചാൽ എനിക്ക് പേടിയാവും അത് എഴുതുമ്പോഴത്തേക്ക്. നമ്മൾ എഴുതുമ്പോൾ അത് ഫീലിങ്ങും കൂടെ ഒന്ന് അബ്സോർബ് ചെയ്തൊക്കെ അല്ലേ എഴുതുന്നത്. നമുക്ക് ആ പേടിയുടെ പേടി വന്ന് ഇവിടെ ഗൂസ് ബംസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഗൂസ് ബംസ്. അപ്പോൾ ഞാൻ എഴുത്ത് നിർത്തി. എനിക്ക് പേടി. ഈ എഴുത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഈ heard that you apply these philosophies, Taoism, yes. Stoic philosophy. How does it process? അത് പ്രോസസ് എന്ന് വെച്ചാൽ സോ ഐ ഷോ സങ്കൽപ് മിശ്ര എന്ന് പറഞ്ഞൊരു എഡിറ്ററുണ്ട്. സോ ഐ ഷോഡ് ഹിം വൺ ഓഫ് മൈ ഷോർട്ട് ഫിലിംസ് കോൾഡ് ഘോഡ ബായ്സ്. 22 ഘോഡ എന്ന് പറഞ്ഞൊരു ഫിലിം ഞാൻ ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് ഓൺ മൈ യൂട്യൂബ്. അപ്പോൾ ഇത് ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ തന്നെ സിനിമാറ്റോഗ്രഫി ചെയ്ത്, ഞാൻ തന്നെ ഡയറക്റ്റ് ചെയ്തു, എല്ലാം ഞാൻ ചെയ്ത്
it's an interesting short film. പക്ഷേ I showed it to Sankalp, and Sankalp is a national award winning editor. He has won 4 national awards, and he teaches, he's a faculty with FTI. And Sankalpന് ഇത് കാണിച്ചപ്പോൾ സങ്കൽപ്പ് പറഞ്ഞു, bro, it's good, but you should start thinking about why your films are not working. I'm like, and he said it in a passing way. ഇപ്പോൾ ഓർമ്മ പോലും കാണത്തില്ല പുള്ളി. പക്ഷേ he said that the core idea of the longevity of a film is basically having a philosophical angle to the film which makes everyone think about their self and കാരണം നമ്മൾ ഈ ഒരു വേൾഡ് ബൈ കോയിൻസിഡൻസ് വന്ന് ലാൻഡ് ചെയ്തു. അപ്പം വി ആർ ഓൾ ട്രൈങ് ടു ഫൈൻഡ് മീനിങ്, ബട്ട് സഡൻലി ക്യാപിറ്റലിസം ഇസ് ഇമ്പോസ്ഡ് ഓൺ അസ്, ലോ ഇസ് ഇമ്പോസ്ഡ് ഓൺ അസ് ആൻഡ് എവറിത്തിങ്. ആൻഡ് ഈ മീനിങ് മേക്കിങ്ങിൻ്റെ ഈ ഒരു പ്രോസസ്സിൻ്റെ ഇടയിൽ നമുക്ക് മീനിങ് മേക്കിങ്ങിന് എന്ത് ടെക്സ്റ്റ് കിട്ടിയാലും, അപ്പോൾ ഇതിനെ മതക്കാർ എക്സ്പ്ലോയിറ്റ് ചെയ്യും, ഇതിനെ കമ്പനിക്കാർ എക്സ്പ്ലോയിറ്റ് ചെയ്യും, ഇതിനെ മീഡിയ എക്സ്പ്ലോയിറ്റ് ചെയ്യും, ഇതിനെ സിനിമക്കാർ. അപ്പോൾ ഈ മീനിങ് കൊടുക്കാൻ വേണ്ടി എന്ത് കിട്ടിയാലും ആൾക്കാർ പോയിട്ട് ഇതിന് മീനിങ് കണ്ടെത്തും. അപ്പം ഈ മീനിങ് ടെക്സ്റ്റിൽ വന്നാൽ അല്ലെങ്കിൽ സിനിമയിൽ വന്നാൽ മാത്രമേ ഇതിനൊരു ലോഞ്ചിവിറ്റി വരത്തുള്ളൂ. ആൻഡ് ചോദ്യങ്ങൾ ലൈക്ക് എൻ്റെ പർപ്പസ് എന്താണ്, ഞാൻ എന്താണ്, അല്ലെങ്കിൽ സമൂഹം എന്താണ് എന്നൊക്കെ പറഞ്ഞ ചോദ്യങ്ങൾ എല്ലാവർക്കും എപ്പോഴും വന്നുകൊണ്ടിരിക്കും. നമുക്ക് ഒരു പർട്ടിക്കുലർ പ്രിവിലേജിൻ്റെ മുകളിലോട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് നമ്മൾ പണിയെടുക്കുന്ന ആളാണെങ്കിൽ പറ്റില്ല കേട്ടോ, നമ്മൾ കിടന്നുറങ്ങിയായിരിക്കും, നമുക്ക് മീനിങ്ങിനെ കുറിച്ചും നടുവേദനയൊക്കെ ആയിരിക്കും നമ്മുടെ മെയിൻ പ്രശ്നം. ലൈക്ക് യു ആർ ഓൾവേസ് ഫൈറ്റിംഗ് ഫോർ യുവർ കിഡ്സ് ഫുഡ് ആൻഡ് ഇത്, അതിൻ്റെ ഇടയിൽ നമുക്ക് പോയട്രി എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ആ ഒരു പ്രിവിലേജിൽ നിന്ന് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മഴയൊക്കെ വരുമ്പോഴത്തേക്കും എൻജോയ് ചെയ്യാൻ പറ്റും. മറ്റേ വെള്ളപ്പൊക്കമാണ് മഴയത്ത്. അപ്പോൾ ഈ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് ഈ മീനിങ് ഭയങ്കര. അപ്പോൾ ഈ ഫിലോസഫി എങ്ങനെയെങ്കിലും നമ്മൾ, ഇപ്പോൾ ബിക്കോസ് സങ്കൽപ് സെഡ് ദിസ്, അപ്പോൾ ഞാൻ ഐ സ്റ്റാർട്ട് തിങ്കിങ്, ഐ റിയലി ഹാവ് നോട്ട് തോട്ട് ഇൻ ദീസ് ലൈൻസ് ആൻഡ് ഐ started reading J. Krishnamurti, I started reading about Taoism, and that has resulted in Art of War, existential nihilism, Nietzsche. ഇപ്പം ഞാൻ കുറച്ചുകൂടെ ഇടയ്ക്ക് ഓഷോ ഒക്കെ മനസ്സിലാക്കാൻ ശ്രമിച്ചു. പിന്നെ അത് സ്റ്റുപ്പിഡിറ്റി, അതിൻ്റെ പ്രശ്നങ്ങൾ. അപ്പം യു ആർ ലിവിങ് വിത്ത് സംതിങ് ആൻഡ് ദെൻ യു ആർ അൺലേണിങ് ഇറ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് ഇറ്റ്സ് നോട്ട് ഇറ്റ് ഈസ് ഇത് യുങ്ങിൻ്റെ പരിപാടികൾ, ഇപ്പോൾ ഹ്യൂമനിസ്റ്റ് ആൾക്കാർ അങ്ങനെ. അപ്പോൾ ഇത് ഫിലിമിലോട്ട് എങ്ങനെ കൊണ്ടുവരാൻ പറ്റുമോ, ഒരു ടോപ്പിക്ക് കിട്ടുമ്പോഴത്തേക്കും ഈ ടോപ്പിക്കിനെ ബേസ് ചെയ്ത് എൻ്റെ ഐഡൻറ്റിറ്റി ക്രൈസുകൾ എന്താണെന്ന് നോക്കും. അപ്പം അത് മനസ്സിലാവുമ്പോഴത്തേക്കും ഓക്കെ, അപ്പോൾ ഇതിനൊരു സ്റ്റോയിക് നേച്ചറുണ്ട് അരിക്കുട്ടന്, ഒരു സ്റ്റോയിക് ഹീറോയുടെ എല്ലാ സാധനം. പിന്നെ നമുക്ക് സ്റ്റോയിസിസും അറിയാം. പിന്നെ അപ്പോൾ അതിൽ നിന്ന് എടുത്തിട്ട് ഈ ക്യാരക്ടറിന് റിമോർസ് ഇല്ല. അരിക്കുട്ടൻ ഡസ് നോട്ട് ഹാവ് വൺ ബിറ്റ് ഓഫ് റിമോർസ്. ദർ ഇസ് നോട്ട് വൺ സീൻ വെയർ അരിക്കുട്ടൻ ഇസ് ലൈക്ക് ഐ മേ ഹാവ് ഡൺ സംതിങ് റോങ് എന്നല്ല അരിക്കുട്ടൻ പറയുന്നത്. ഐ ഹാഡ് ടു ഡു ഇറ്റ് ബിക്കോസ് ഐ എം ഫ്രം ദിസ് ഒരിക്കൽ. അപ്പോൾ അത് സ്റ്റോയിക് ഹീറോസിൻ്റെ ഒരു നേച്ചറുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു എക്സിസ്റ്റൻഷ്യൽ നൈലിസത്തിൻ്റെ ഒരു സാധനമാണ് ആവാസയുഗത്തിൽ വർക്ക് ചെയ്തേക്കുന്നത്. അതിൻ്റെ നൈലിസത്തിലോട്ടാണ് പുരുഷപ്രയത്നം. ചത്തു കഴിഞ്ഞാലും ഗതിയൊന്നും പിടിക്കൂലേ നിങ്ങളെന്നുള്ള ഒരു കോൺസെപ്റ്റ്. അപ്പോൾ എല്ലാത്തിലും ഞാനൊരു മനഃപൂർവ്വം ഒരു ഫിലോസഫിക്കൽ ഒരു തോട്ട് പിക്ക് ചെയ്തിട്ട്, അപ്പോൾ എനിക്കും ഈ മെറ്റീരിയലായിട്ട് വർക്ക് ചെയ്യാൻ വേറൊരു ടേസ്റ്റ് വരും. കാരണം ഇതിൻ്റെ ടെക്സ്റ്റ് അല്ലാതെ ഇതിൻ്റെ സബ് ടെക്സ്റ്റും ഇതിൻ്റെ തോട്ടും, ആൻഡ് ത്രൂ ദിസ് പ്രോസസ് ഐ എം എ ബെറ്റർ, അല്ലെങ്കിൽ ഐ എം ട്രൈങ് ടു അണ്ടർസ്റ്റാൻഡ് ദിസ് വേൾഡ് മോർ എന്നൊക്കെ പറയുന്ന ഒരു ഐഡിയ സങ്കല്പ് പറഞ്ഞിട്ട് എനിക്കുണ്ട്. അപ്പോൾ ഐ ഗോ ത്രൂ ദാറ്റ് എവറി നൗ ആൻഡ് ദെൻ. അപ്പോൾ ഇപ്പം ഞാനിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവത്തിലും എന്തെങ്കിലും ഇങ്ങനത്തെ റീഡിങ് മെറ്റീരിയൽസ് കണ്ടുകൊണ്ട്, ഇപ്പം ഇതൊക്കെ ഉള്ളതുകൊണ്ട്, ചാറ്റ് GPT ഒക്കെ ഉള്ളതുകൊണ്ട്, ഗ്രോക്കൊക്കെ ഉള്ളതുകൊണ്ട്, വി പുട്ട് ദിസ് മെറ്റീരിയൽ ആൻഡ് ഈ മെറ്റീരിയൽ ഇട്ടിട്ട് തന്നെ ഇതിൻ്റെ ഫിലോസഫിക്കൽ ആംഗിൾ എന്തൊക്കെയായിരിക്കും, ഏതൊക്കെ ബുക്സ് റീഡ് ചെയ്താൽ കിട്ടും എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഇതിൻ്റെ ഇത് കിട്ടും. ആ ബുക്കുകളൊക്കെ എടുത്ത് വായിച്ച് നോക്കും, പൈസ കൊടുത്ത് വാങ്ങിക്കും, എന്നിട്ട് അത് പുസ്തകം വായിക്കും. അപ്പോൾ അങ്ങനെ ഫിലോസഫിക്കലി ഒരു ബാക്ക് ബോൺ ഉണ്ട്. ആ ബാക്ക് ബോൺ കാരണം ഇതിന് ഒരു പർട്ടിക്കുലർ വിഷ്വൽ പ്രിവിലേജിൻ്റെ മുകളിലുള്ള ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഇതിൻ്റെ സംഭവങ്ങൾ ഇഷ്ടപ്പെടും. കൃഷ്ണാനന്ദനോട് നമ്മൾ സംസാരിക്കുമ്പോഴാണെങ്കിലും സിനിമകളിലാണെങ്കിലും പൊളിറ്റിക്സ് ഭയങ്കര സട്ടിലായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. എക്സാക്ട്ലി എന്താണ് വാട്ട്സ് യുവർ പൊളിറ്റിക്സ് എന്ന് ചോദിച്ചാൽ എന്താ പറയുക? എൻ്റെ പൊളിറ്റിക്സ്, ഇപ്പോഴത്തെ എൻ്റെ പൊളിറ്റിക്സ് എന്ന് വെച്ചാൽ ക്യാപിറ്റലിസമാണ് നമ്മുടെ ചുറ്റും. നമുക്കതിനെ പൊരുതി തോപ്പിക്കാൻ പറ്റത്തില്ല. നമ്മൾ നമ്മുടേതായ ഒരു ട്രൈബ് ഉണ്ടാക്കിയിട്ട് ആ ട്രൈബിനെല്ലാം ക്യാപിറ്റലിസത്തെ സർവൈവ് ചെയ്യാൻ വേണ്ടി എക്വിപ്ഡ് ആക്കണം. നമ്മളും എക്വിപ്ഡ് ആവണം. ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ രാഷ്ട്രീയം കേട്ടോ. സിനിമയിൽ പൈസ ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ലേ? അതെ, അതാണ് നമ്മൾ ഒരു ട്രൈബ് ഉണ്ടാക്കിയിട്ട് ഈ ട്രൈബിനെ വെച്ചിട്ട് നമ്മൾ ഈ ഒരു എക്കണോമിയിൽ വർക്ക് ചെയ്യും. അപ്പോൾ നമ്മളെല്ലാവരും പൈസ ഉണ്ടാക്കുന്നുണ്ട്. And we are kachavada filmmakers only. The only thing is that what we are selling is a little different than what everyone is buying every day. We are also not making true art or anything.
വി ആർ ഓൾസോ നോട്ട് കമേഴ്ഷ്യലൈസിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെല്ലിങ് ടെംപ്ലേറ്റ്സ് അഗെയിൻ ആൻഡ് അഗെയിൻ അത് നമ്മൾ ചെയ്യുന്നില്ല. നമ്മൾ ടെംപ്ലേറ്റ് പരിപാടി അല്ല ചെയ്യുന്നത്, ഒത്തിരി മാറ്റി ചെയ്യുന്നുണ്ടെന്ന്. പക്ഷേ നമ്മൾ കച്ചവടക്കാർ തന്നെയാണ്. അല്ല, ഇത് കുറച്ച് എനിക്ക് തോന്നുന്നു എൻ്റെ ഏജിൻ്റെ ആണെന്ന് തോന്നുന്നു. നമ്മളൊരു സമയത്ത് വിചാരിക്കും ലെഫ്റ്റ് വിങ് ആണ് റൈറ്റ് വിങ് റോങ് ആണെന്ന് വിചാരിക്കും. പിന്നെ നമ്മൾ വിചാരിക്കും സോഷ്യലിസമാണ് നല്ലതെന്ന് വിചാരിക്കും, ബാക്കിയെല്ലാം പ്രശ്നമെന്ന് വിചാരിക്കും. പിന്നെ റിലീജിയണിലും ഒക്കെ വിചാരിക്കും. പക്ഷെ നമ്മൾ ബേസിക്കലി നോക്കുമ്പോഴത്തേക്കും കാശ് കൊടുത്താൽ മറിയാത്ത ഒരു പരിപാടിയില്ല ഇവിടെ. ലൈക്ക് എവറിത്തിങ് ക്യാൻ ബി കൺട്രോൾ വിത്ത് മണി. ഞാൻ പറഞ്ഞ പവർ സ്ട്രക്ചേഴ്സാണ്. ചില ഹ്യൂമൻസിൻ്റെ വാക്കുകളൊന്നും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനം കൺട്രോൾ ചെയ്യാം. അപ്പം മിക്കവാറും മണി, അപ്പം ദ മോർ ക്യാപിറ്റലിസത്തിൻ്റെ അകത്താണ് നമ്മൾ. വി ആർ ജസ്റ്റ് എ പ്രോഡക്റ്റ് വിച്ച് ആക്ച്വലി കൺസ്യൂംസ് ചെയ്ത പ്രോഡക്റ്റ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ ലൈക്ക് മൈൻഡഡ് മനുഷ്യരെ എക്യുപ്ഡ് ആക്കാം ഇതിൽ സർവൈവ് ചെയ്യാൻ വേണ്ടി. നമ്മളും അതിൽ നമ്മളെ അങ്ങനെ ആക്കുന്ന കുറേ ആൾക്കാരുണ്ട്. പക്ഷേ ഞാനിതൊരു ഒരു 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 മെയിൻ സെൻറ്റർ പോയിൻ്റ് ഇട്ട് നിന്നിട്ട് ഇങ്ങനെ ആക്കുന്നതല്ല, അങ്ങോട്ട് മ്യൂച്വലി ബെനിഫിഷ്യലായിട്ട് ഇങ്ങനെ ചെയ്യുന്ന ഒരു പരിപാടി ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ എൻ്റെ രാഷ്ട്രീയം. അപ്പോൾ അതിൻ്റെ ഒരു പൊരുതി തോപ്പിക്കുന്നൊന്നുമില്ല. പക്ഷേ അറ്റ് ദ സെയിം ടൈം മനുഷ്യൻ എന്ന് പറയുന്ന ഒരു 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 വേണ്ട. Coming back to 4.5 gang, there's an interesting scene. Like Jagadish, പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് വേണോ ഫൺ വേണോ ചോദിക്കുന്നത്. So where do you draw the line while writing? അല്ല, ഇപ്പോൾ ഈ ഫീമെയിൽ ക്യാരക്ടർ സ്ട്രോങ് അല്ലെന്നൊക്കെ ഉള്ളത് നമുക്ക് റൈറ്റിങ്ങിൽ തന്നെ അന്നും ദീപയൊക്കെ പറഞ്ഞതാണ്. പക്ഷേ വി ആർ ടെല്ലിംഗ് ദ സ്റ്റോറി ഓഫ് ഇപ്പോൾ ശാന്തി ഇവിടെ വന്നിട്ട് വേറൊരു കാര്യം കൂടെ പറഞ്ഞത്, ശാന്തിയുടെ ഡിസഗ്രിമെന്റ് മൂങ്ങയെ ഹാഫ് എന്ന് വിളിക്കുന്നതിൽ ഒരു പൊളിറ്റിക്കൽ ഇൻകറക്റ്റ്നെസ് ഇല്ലെന്ന് വരെ അതെല്ലാവരും പറഞ്ഞു. അത് ഈവൻ സോണിയുടെ ആദ്യത്തെ ആൾക്കാരും പറഞ്ഞു. പക്ഷേ ഞാൻ പറയുന്നത് നിങ്ങളൊരു സാധനം വെക്കായിരിക്കുന്നു, ഇനി അതിൽ രാഷ്ട്രീയമൊന്നും നിങ്ങൾ നോക്കരുത്. അല്ലെങ്കിൽ നിങ്ങൾ ശരി 4 സംഘത്തിൽ 4 ഉള്ള പ്രശ്നമുള്ള ആൾക്കാർ ഇപ്പോൾ വച്ചേണ്ടെന്നൊക്കെ നമുക്ക് പറയാമല്ലോ. എന്നുവെച്ചാൽ പക്ഷെ അങ്ങനെയൊന്നും അല്ലല്ലോ ഇവിടെ സാധനങ്ങൾ നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വെള്ളം കുടിക്കാൻ പറ്റില്ലല്ലോ. പാലസ്തീൻ തൊട്ട് നർമ്മദ വരെ പ്രശ്നമാണ്. നിങ്ങളൊരു കുപ്പി വെള്ളം കുടിക്കുമ്പോഴത്തേക്കും കുടിക്കാൻ പറ്റുമോ? അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്തല്ലേ താമസിക്കുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ സ്ട്രെസ് ഓൺ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ക്രിയേറ്റിവിറ്റി എഫക്ട് ചെയ്യുന്ന ഒരു സംഭവം തന്നെയല്ലേ? അല്ലെന്നേ, പൊളിറ്റിക്കലി റോങ് ആയിക്കൂടാന്നൊരു സാധനമുണ്ട്. കാരണം പോപ്പുലർ മീഡിയ അല്ലേ. പോപ്പുലർ മീഡിയത്തിൽ നമ്മൾ ആൾക്കാരെ പുച്ഛിക്കുകയും കളിയാക്കുകയും നമ്മൾ ദളിത് രാഷ്ട്രീയങ്ങളെ കളിയാക്കി പറയും, സ്ത്രീകളെ പ്രശ്നം പറയും, ട്രാൻസ്ജെൻഡേഴ്സ് കളിയാക്കി ചെയ്യുമ്പോൾ ഈ പോപ്പുലർ രാഷ്ട്രീയം കേൾക്കുന്ന ആൾക്കാർ, ഇത് കൺസ്യൂം ചെയ്യുന്ന ആൾക്കാർ വളരെ ഈസി ആയിട്ട് നമ്മൾ കൊച്ചിലേക്ക് ഭയങ്കര ഇൻഫ്ലുവൻസ് ആകുന്നു. ഞാൻ സെക്കൻഡ് ഇയർ കോളേജിൽ വെച്ചിട്ട് ഞാൻ സ്മോക്കിംഗ് ചെയ്യൂലെന്ന് വിചാരിച്ച് ആദ്യം തുടങ്ങിയിട്ടങ്ങ് നിർത്തിയാണ്. ഞാൻ നോ സ്മോക്കിംഗ് സിനിമ കണ്ടു. സച്ച് എ ബ്യൂട്ടിഫുൾ ഫിലിം. ആൻഡ് അതിൻ്റെ ഇൻ്റർവെല്ലിൽ എനിക്ക് സ്മോക്ക് ചെയ്യാൻ തോന്നി. അത് മോഹൻലാലിന്റെ സ്പിരിറ്റ് കണ്ടു കഴിഞ്ഞാൽ അത് നമ്മളൊരു എൻ്റെ ഒരു ഫ്രണ്ട് മദ്യപാനൊക്കെ നിർത്തിയ സമയമാണ്. എന്നിട്ട് സ്പിരിറ്റ് കണ്ട് 2 അടിക്കണമെന്ന് തോന്നി. എന്നുവെച്ചാൽ അതെ. അപ്പോൾ സിനിമയുടെ ഇൻഫ്ലുവൻസ് ഇസ് ഭയങ്കര ഡെമോക്രാറ്റിക് ആണ്. കാരണം സിനിമ മനസ്സിലാക്കാൻ ഒരുപാട് പ്രിവിലേജുകളില്ലെങ്കിലും ചിലപ്പോൾ സിനിമ മനസ്സിലാവും. കാരണം വിഷ്വലുണ്ട്, സൗണ്ടുണ്ട്, ഹൗ ടു മേക്ക് യു ഫീൽ മ്യൂസിക്കിൽ കൂടെ തരും. പിന്നെ ഭാഷ വെച്ചിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ്. അപ്പോൾ അതിൽ നമ്മൾ പൊളിറ്റിക്കലി ഇൻകറക്റ്റൊക്കെ ആവുന്നത് കുറച്ച് റിസ്ക്കിയാണ്. ഇഫ് യു ആർ സോഷ്യലി നമ്മൾ ആലോചിക്കുമ്പോഴത്തേക്കും കുറച്ച് ലോ വൈസ് അല്ല, ഒരു കമ്മിറ്റ്മെൻറ്റ് വൈസ് ആണ്. നമ്മുടെ ഒരു പോപ്പുലർ മീഡിയത്തിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഒരു ഔട്ട്ലുക്ക് വേണമെന്ന് ഉണ്ട്. 4.5 ഗാങ്ങിന്റെ റിവ്യൂസ് ഒക്കെ നോക്കുവാണെങ്കിൽ ഫൈനലി വി ഹാവ് ഗോട്ട് എ മലയാളം ഇക്വലന്റ് ഓഫ് ഗാങ്സ് ഓഫ് വസൈപൂർ അല്ലെങ്കിൽ വടച്ചെന്നൈ എന്നുള്ള ഒന്നിലാണ് പലരും പറയുന്നത്. സോ ആ റെസ്പോൺസ് ഒക്കെ കാണുമ്പോഴത്തേക്ക് ആക്ച്വലി ഡസ് ഇറ്റ് സ്കെയർ യു ഓർ എക്സൈറ്റ് യു ഓർ? അയ്യോ, ഞാൻ പറഞ്ഞില്ല, ഞാൻ ആം വെരി ന്യൂട്രൽ നൗ. എനിക്ക് ഐ ലൈക്ക് ദ കമ്പാരിസൺ ടു ഗാങ്സ് ഓഫ് വസൈപൂർ ബിക്കോസ് ദാറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഫിലിം ദറ്റ് ഐ റിയലി ലൈക്ക് അറ്റ് ദാറ്റ് ടൈം. ഇപ്പം ഞാൻ അത് കണ്ടിട്ട് ഒരു 6-7 വർഷത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് എനിക്കിപ്പം അറിയത്തില്ല, ഇപ്പം എൻ്റെ ടേസ്റ്റ് മാറിയെന്ന് അറിയത്തില്ല. അന്ന് കണ്ടപ്പോൾ ഞാൻ ലൈക്ക് ബ്ലോൺ ഓവർ. വടച്ചെന്നൈ ഓൾസോ ഐ സോ ഇൻ തിയേറ്റർ. പക്ഷേ ഞാൻ കണ്ട തിയേറ്ററിൽ നിന്ന് എനിക്ക് വടച്ചെന്നൈ ഡി നോട്ട് ഗിവ് മി എ ഗ്രേറ്റ് എക്സ്പീരിയൻസ് ബിക്കോസ് തിരുവനന്തപുരത്ത് തിയേറ്ററുകൾ ബ്രൈറ്റ്നസ് കുറച്ച് വരും. ലൂമിനൻസ് കുറച്ച് കറണ്ട് ലാഭിക്കാൻ വേണ്ടി സൗണ്ടും കുറയ്ക്കും. അപ്പോൾ വടച്ചെന്നൈ എനിക്ക് അത്ര വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഞാൻ രണ്ടാമത് വടച്ചെന്നൈ കണ്ടപ്പോഴത്തേക്കാണ് ദൈവം ഈ പടമാണ് ഞാൻ അവിടെ കണ്ടത്.
എന്നുവെച്ചാൽ അതിൽ ഇടയ്ക്ക് മറ്റേ ഇതൊക്കെ വരുമല്ലോ, അതൊന്നും കണ്ടുകൂടാ. അപ്പം ഞാൻ വിചാരിച്ചു ഇത് ശരിയായില്ലെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് ആ കമ്പാരിസണൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ഇൻട്രസ്റ്റിംഗ് ആണ്. പക്ഷേ അതല്ലല്ലോ, നമുക്കറിയാലോ അതല്ലെന്ന്. കാരണം അതിൽ നിന്നെല്ലാം എടുത്തിട്ടുമുണ്ട്. പടച്ചനെ എടുത്തില്ല. പക്ഷേ ഗാങ്സിൽ നിന്നൊക്കെ ഞാൻ എഴുതി കഴിഞ്ഞിട്ട് ഗാങ്സ് കണ്ടപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു മ്യൂസിക്കലി ഇറ്റ് ക്യാൻ ബി വെരി ഇൻട്രസ്റ്റിംഗ് മ്യൂസിക്കലി. പിന്നെ ബ്രൂസ്ലിയെ കുത്താൻ പോകുന്നത് വാസ് നോട്ട് ഇൻ ദ മാർക്കറ്റ്. ബ്രൂസ്ലിയെ കുത്താൻ പോകുന്നത് ബ്രൂസ്ലിയുടെ കോളനി പോയാണ് കുത്താൻ പോകുന്നത്. പക്ഷേ ഗാങ്സ് ഓഫ് വസൈപൂർ 2 ഒരു സബ്സി വണ്ടി സീനുണ്ട്. അപ്പോൾ ഞാൻ വെച്ചാൽ ഐ ക്യാൻ പുട്ട് ഇറ്റ് ഇൻ എ മാർക്കറ്റ് ആൻഡ് മേക്ക് ഇറ്റ് വെരി ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ അങ്ങനെ ഗിവ് ആൻഡ് ടേക്ക് ഒരുപാടുണ്ട്. പിന്നെ ആക്ച്വലി ഇത് പിച്ച് ചെയ്യാൻ തുടങ്ങുന്ന സമയം തൊട്ട് പിന്നീട് വന്ന പടങ്ങളാണ് അങ്കമാലി ഡയറീസും കമ്പട്ടി പടം. അങ്കമാലി എന്നൊക്കെ ഞാൻ ഒരുപാട് ഐഡിയാസ്, മ്യൂസിക്, റിതം ഒക്കെ എടുത്തിട്ടുണ്ട്. ലൈക്ക് ആൻഡ് ലിജോ സൂപ്പർ ഫിലിം. ഞാൻ ഭയങ്കര ഇമ്പ്രസ്ഡ് ആണ്. എന്ന് വെച്ചാൽ ലിജോയുടെ ഫേസ്ബുക്കിൽ പോയിട്ട് മെസ്സേജസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ലെറ്ററൊക്കെ എഴുതാറുണ്ട്. ഇതിൽ ഈ വിക്രം എന്ന് പറയുന്ന ക്യാരക്ടർ തന്നെ ചെയ്യാനുള്ള റീസൺ എന്തായിരുന്നു? അത് നമ്മൾ സൂപ്പർ സ്റ്റാർ വിജയായിരുന്നു. അതിൽ ആ വീഡിയോസും എല്ലാം എടുക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ നമുക്ക് അതിൻ്റെ റൈറ്റ്സും എല്ലാം കിട്ടിയില്ല. അപ്പോൾ നമ്മൾ ഫൈനലി എൻ്റെ അസോസിയേറ്റ് നിഖിൽ പറഞ്ഞു, ചേട്ടാ നിങ്ങളിവിടെ ഉണ്ടല്ലോ, എപ്പോൾ വേണം നമുക്ക് നിങ്ങൾക്ക് വേഷം ഇട്ട് നിങ്ങൾ കുറേ ഫോട്ടോ ഒക്കെ എടുക്കാമല്ലോ. അപ്പോൾ ആർട്ടിൻ്റെയൊക്കെ ഫോട്ടോ പല സ്ഥലത്ത് ഇങ്ങനെയൊക്കെ നിൽക്കണം. അപ്പം ഞാൻ മാത്രം അവിടെ നിന്ന് പോകാൻ പറ്റില്ലല്ലോ എനിക്ക്. അപ്പോൾ എന്നെ വിക്രമനാക്കിയ എളുപ്പമായിരിക്കുന്ന ആക്സസ് കിട്ടുമെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ നോക്കുമ്പോഴത്തേക്ക് എനിക്കൊരു ക്യാരക്ടറായിട്ട് തന്നെ ഞാൻ നോക്കി. അങ്ങനെ ഞാൻ ചെയ്തു. വിക്രമൻ വരുമോ സീസൺ 2? ഉണ്ട്. സീസൺ 2 വിക്രമനുണ്ട്. സീസൺ 2 ഫ്ലക്സ് ആയിട്ടല്ല, വിക്രമനുണ്ട്. വിക്രമൻ ഇതിൻ്റെ അകത്തൊരു ഫാക്ടർ തന്നെയാണ്. കാരണം നമ്മൾ ട്രിവാൻഡ്രത്തൊക്കെ ഈ വിജയ് ഫാൻസ്, ഞാനൊക്കെ വിജയ് ഫാൻസിലുള്ള ആളുകൾ. ബ്രോ അല്ല, അപ്പം നമുക്കറിയാലോ എന്ന് വെച്ചാൽ ഇവന്മാരെ കൊണ്ട് ഓരോ പടങ്ങളൊക്കെ എടുത്ത് എന്ത് ദേഷ്യം വരും അല്ലേ, നമുക്ക് ഭയങ്കര വിഷമം വരും. അപ്പം നമുക്ക് ലൈക്ക് വി ആർ, അതൊരു കൾച്ചറിൻ്റെ ഭാഗമാണ്. വിജയ് ഫാനൊക്കെ ആണ്. അപ്പോൾ വിക്രമനുണ്ട് സീസൺ 2. അത് എനിക്ക് വിജയരാഘവൻ സാറിനോട് വർക്ക് ചെയ്യണമായിരുന്നു. ഐ വോണ്ടഡ് ടു വർക്ക് വിത്ത് ഹിം ബിക്കോസ് നല്ല വൺ ഓഫ് ദി ബെസ്റ്റ് ആർട്ടിസ്റ്റ് അവൈലബിൾ ആണ്. ഐ വോണ്ട് ടു സീ ഹിസ് പ്രോസസ് ആൻഡ് എവറിത്തിങ്. അപ്പോൾ ഈവൻ ദോ ദ ക്യാരക്ടർ ഇസ് സ്മോൾ, ഇറ്റ് ഈസ്, ഞാൻ അഗെയിൻ പറഞ്ഞ പോലെ നമ്മൾ ഒരു ഫിലിം മേക്കറും ഒരു ആർട്ടിസ്റ്റും കൂടെ അത് ഒരു പരിപാടി വർക്ക് ചെയ്യുന്നു ആൻഡ് വി ഗെറ്റ് ടു ഷെയർ. അത് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയാണ് കാസ്റ്റ് ചെയ്ത്. അത് പുള്ളിക്ക് ചേരുമെന്നോ ചേരില്ലെന്നോ അങ്ങനെയൊന്നും ഉള്ളതിനെക്കാട്ടും എനിക്ക് പുള്ളിയുടെ വർക്ക് ചെയ്യാൻ കൊതിയായിട്ട് തന്നെ ഞാൻ പറഞ്ഞു. അപ്പോൾ സാർ വന്നു കഴിഞ്ഞാൽ സാറിക്കുന്നു. പിന്നെ അതുപോലെ നന്ദു സാറും ഉണ്ടായിരുന്നു ഇതിൽ. ATM ഉണ്ണിത്താനായിട്ട് നന്ദു സാറായിരുന്നു. പക്ഷെ പുള്ളിയുടെ ഡേറ്റ്സ് കാരണം വർക്ക് ചെയ്യാത്തതാണ്. അങ്ങനെയാണ് നമ്മൾ അനിൽ സാറിനെ കാസ്റ്റ് ചെയ്തത്, അനിൽ രാജ് സാറിനെ കാസ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവരോടൊക്കെ വർക്ക് ചെയ്യണം, നമുക്ക് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് നമ്മുടെ റൈറ്റിങ്ങിന് ഒരു സ്റ്റെപ്പ് കൂടെ ഫ്രണ്ടിലോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്. കാരണം ആ സീനിൽ വേറൊരു സംഭവമുണ്ട്, ദാറ്റ് ഇസ് എ പ്രീച്ചി സീൻ ആൻഡ് ഇറ്റ്സ് എ ബോറിംഗ് സീൻ. നമ്മുടെ പൊളിറ്റിക്കൽ കറക്റ്റ് സീൻ പോലെ അത് അങ്ങനത്തെ ഒരു പരിപാടിയാണ്. വേർ ദിസ് പേഴ്സൺ ഇസ് സെയിങ് ദറ്റ് വൈ യു ഗെറ്റ് മാരീഡ് ടു, നിങ്ങളൊരു കറക്റ്റ് നിങ്ങളുടെ വേറൊരു ക്ലാസ്സിലുള്ള ഒരാളെ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ക്ലാസ് ബെറ്റർ ആവും, പക്ഷെ അവരുടെ ക്ലാസ് ലോ. അപ്പോൾ നിങ്ങളുടെ തടിപ്പാലം എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് അവരെ കൊണ്ടുവരണമെന്നൊക്കെ പറഞ്ഞ് റിയൽ ലൈഫ് നോളജാണ് പറയുന്നത് പുള്ളിക്കാരൻ. അപ്പോൾ അത് പറയുമ്പോൾ അത് ഭയങ്കര കൺവിൻസിങ് ആവണം. യു നീഡ് എ റിയലി സ്റ്റേബിൾ വെറ്ററൻ വോയിസ്, തിയേറ്റർ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ഒരാൾ വന്ന് പറയുമ്പോഴത്തേക്കും അതെന്തൊരു മണ്ടത്തരമാണെന്നൊക്കെ നമുക്ക് തോന്നും. അത് ആ സീൻ കേട്ടോണ്ടിരിക്കുമ്പോൾ നമുക്കത് റിയൽ ആണെന്ന് തോന്നിട്ട് പതുക്കെ നമ്മളത് റിയൽ അല്ലല്ലോ, ഇയാൾ പറഞ്ഞ ശരിയല്ലല്ലോ എന്നൊക്കെ തോന്നും. അപ്പം സാർ വന്നിട്ട് സാറിനും ഇത് നെഗറ്റീവായിട്ട് തന്നെ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല സാർ ഭയങ്കര ബിലീവ് ചെയ്ത് പറഞ്ഞു. അത് പറഞ്ഞു നെഗറ്റീവ് ആവണ്ട, ലൈക്ക് യു ബിലീവ് ഇൻ യുവർ വാട്ട് എവർ യൂസ് ചെയ്യുക. അപ്പോൾ അത് രസമായിട്ട് വന്നു പുള്ളിക്കാരൻ. അങ്ങനെയാണ് വിജയരാഘവൻ സാറിന് കൊതി. ആ കൊതിയുടെ ഭാഗമായിട്ടാണ് ഇപ്പൊ ഈ സൂപ്പർ സ്റ്റാർസിന്റെ അടുത്തൊക്കെ സ്ക്രിപ്റ്റ്സ് ഒക്കെ പിച്ച് ചെയ്യുന്നത്, ലൈക്ക് മോഹൻലാൽ, മമ്മൂട്ടി. എല്ലാം കൊതിയാണ്. നമ്മളൊരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ ഇൻഡസ്ട്രിയിലെ ബെസ്റ്റ് എന്ന് പോപ്പുലർ കൾച്ചറിൽ പറയുന്ന ആൾക്കാരോട് വർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് രസമല്ലേ. നമ്മളപ്പോൾ ഈ മീഡിയത്തിൻ്റെ ഈ ഇൻഡസ്ട്രി പോസിബിലിറ്റി ഫുൾ എക്സ്പ്ലോർ ചെയ്തില്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം തന്നെയാണ്. പിന്നെ ഞാൻ എല്ലാം ബഡ്ജറ്റ് വെച്ച് ആലോചിക്കുന്നത്. ചില സിനിമകളിൽ അങ്ങനത്തെ ഒരു സ്റ്റാർ വന്നാലേ ആ സിനിമ പോസിബിൾ ആകത്തുള്ളൂ, അതിന് ബിസിനസ് വരത്തുള്ളൂ. അപ്പം ചില സിനിമകളിൽ അങ്ങനെ വരണ്ട,
അതല്ലാതെ ചെയ്യാൻ പറ്റും. ബട്ട് അവിടെ ചെല്ലുമ്പോൾ സ്കോപ്പ് ഫോർ എക്സ്പെരിമെന്റിങ് എത്രത്തോളം അത് നമുക്ക് ചെയ്യുമ്പോഴേ അറിയൂ. ഞാൻ പിന്നെ പിച്ച് ചെയ്യുമ്പോൾ അറിയില്ലേ? പിച്ച് ചെയ്യുമ്പോഴത്തേക്കും കുറവാണ് സ്കോപ്പ് ഫോർ എക്സ്പെരിമെൻറ്റിങ്. പക്ഷേ എനിക്ക് ഞാൻ ഇത് തന്നെ സ്റ്റിക്ക് ചെയ്തിരിക്കും. അപ്പോൾ അവർക്കും മനസ്സിലായി. ഐ തിങ്ക് വെൻ ദേ ഡിസൈഡ് ടു കൊളാബറേറ്റ് വിത്ത് എ മേക്കർ ഓർ വെൻ ദേ ഡിസൈഡ് ടു ബൈ ദിസ് പ്രോഡക്റ്റ്, ദേ അണ്ടർസ്റ്റാൻഡ് ദ പ്രോസ് ആൻഡ് കോൺസ് വിച്ച് കംസ് വിത്ത് ദാറ്റ് പ്രോഡക്റ്റ്. അപ്പോൾ ദ റിസ്ക് ഈസ് ഈക്വലി ദെയർസ്. അപ്പോൾ അത് ഞാൻ ആ റിസ്ക് വയ്ക്കും. പിന്നെ ഞാൻ മാക്സിമം ഈ ഭയങ്കര എക്സ്പെൻസ്. ഇപ്പോൾ സീരീസ് എനിക്ക് കമേഴ്ഷ്യൽ തന്നെയാണ്. ഈവൻ ദോ ഫ്യൂ പീപ്പിൾ ഐ സീൻ ഇൻ റിവ്യൂസ് സേ ദാറ്റ് എക്സ്പെരിമെൻ്റൽ എന്ന് പറഞ്ഞ സീരീസ് കമേഴ്ഷ്യൽ തന്നെയാണ്. ബിക്കോസ് ഐ എം കമ്മ്യൂണിക്കേറ്റിംഗ് എവറിത്തിങ്. ദർ ഇസ് നോ സ്കോപ്പ് ഫോർ അബ്സ്ട്രാക്ഷൻ സീരീസ്. അപ്പോൾ അതുപോലെ തന്നെ ആയിരിക്കും. എൻ്റെ ഒരു എലിമെൻറ്റ് കാണും, പക്ഷേ കമേഴ്ഷ്യൽ കമ്മ്യൂണിക്കേറ്റീവ് പരിപാടി തന്നെ ആരുടെ ചെയ്യും. കാരണം ലോട്ട് ഓഫ് പീപ്പിൾ മണി ഈസ് ഇൻവോൾവ്. സീരീസ് മണി ഇൻവോൾവ് ആയതുകൊണ്ടാണ് ഇത് ഇത്രയും മണി ഇൻവോൾവ് അല്ല. ഇത് ഒരു പ്ലാറ്റ്ഫോം അല്ല ചെയ്യുന്നത്. ഞാനാണ് സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കി ചെയ്യുന്നത്. സീരീസ് സംഘർഷം ഉള്ള പോലെ ആയിരിക്കും. ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, പക്ഷേ നീഷ് ഇതിലോട്ട് പോകും. അപ്പം ഈ വലിയ സ്റ്റാർ പരിപാടികളൊക്കെ അങ്ങനെ ആയിരിക്കും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നീഷ് അല്ലാതെ കുറച്ചുകൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. എന്നാൽ സ്ഥിരം ടെംപ്ലേറ്റും ആവില്ല. ഈ ടെംപ്ലേറ്റ് വ്യത്യാസം എന്തേലും വന്നേ പറ്റൂ. അത് കാരണം അല്ലെങ്കിൽ എനിക്കത് ഇൻട്രസ്റ്റിംഗ് ആകത്തില്ല. മോഹൻലാലുമായിട്ടുള്ള ഒരു ഡിറ്റക്റ്റീവ് കോമഡി ആണെന്ന് റെഡിറ്റ് AMAയിൽ പറഞ്ഞിരുന്നു. സോ അതിനപ്പുറത്തോട്ട് ഇപ്പോൾ എന്തെങ്കിലും പറയാനുണ്ടോ? ഡിറ്റക്റ്റീവ് കോമഡി മാത്രം പറഞ്ഞാൽ പോരെ. എന്താണ് ബാക്ക്ഡ്രോപ്പ് എന്തെങ്കിലും? അത് അതിൻ്റെ ബാക്ക്ഡ്രോപ്പ് ഇറ്റ്സ് എ ഡിറ്റക്റ്റീവ് കോമഡി. ഹി ആൻഡ് ദർ ഇസ് ഓൾസോ എ സൈഡ് കിക്ക് ആൻഡ് കുറച്ച് റിയലിസത്തിൽ ബേസ് ചെയ്താണ് ഇതിരിക്കുന്നത്. ഭയങ്കര എക്സ്ട്രാ ഇപ്പം ഒരു എക്സ്ട്രാ ടൊണാലിറ്റി ഒന്നുമില്ല. എന്ന് വെച്ചാൽ ഡിറ്റക്റ്റീവ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അത്രയൊക്കെ ഉള്ളൂ. മോഹൻലാലുമായിട്ട് കണക്ട് ചെയ്തത് എങ്ങനെയാണ്? നിരഞ്ജ് എൻ്റെ കൂടെ വർക്ക് ചെയ്തു. അപ്പോൾ നിരഞ്ജ് മണിയമ്പിള്ള രാജു എൻ്റെ സീരീസിലെ 4.5 ഗാങ്ങിൽ ഒരു മെമ്പറായിട്ട് വന്നു. വിഷ്ണു പ്രഭാകർ എന്നാണ് എൻ്റെ DOP ആണ് നിരഞ്ജിനെ സജസ്റ്റ് ചെയ്തത്. അപ്പോൾ ഐ വർക്ക് വിത്ത് നിരഞ്ജ് ആൻഡ് മേ ബി നിരഞ്ജ് സോസ് വർക്ക് വെരി ഹാർഡ് കേട്ടോ. നമ്മൾ ഭയങ്കര പണിയെടുക്കുന്നു. നമ്മൾ ബാക്ക് ബ്രേക്ക് ചെയ്ത് ജോലി ചെയ്യുന്ന ആൾക്കാരെ കാണുമ്പോഴത്തേക്ക് ഈ സോ ഇൻ സിസ്റ്റംസ് ലൈക്ക് ദിസ് ദാറ്റ് ഓൾവേസ് ഹാപ്പൻസ് വെൻ യു ഹാവ് 180 people working together. All the people who work hard become a single group and we start bitching about the people who are not working hard. Definitely. കാരണം ഇതൊരു വർക്ക് എത്തിക്സിൽ ഉള്ളതാണ്. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരെല്ലാവരും ഓട്ടോമാറ്റിക്കലി ഒരു ട്രൈബാകും. കാരണം നമുക്ക് അപ്പോൾ അങ്ങനെ ആയ ട്രൈബിൽ നിരഞ്ജുണ്ട്. നിരഞ്ജ് ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്ര ഹാർഡ് വർക്കിംഗ് ആണ്. ആൻഡ് ഈ വൈബേ ഇല്ല, ഈ നെപ്പോ വൈബേ ഇല്ല. അപ്പോൾ സോ ഗുഡ്. അപ്പോൾ ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും നിരഞ്ജിൻ്റെ അടുത്ത് ഞാൻ എപ്പോഴോ എന്തോ കാര്യത്തിന് ഞാനിങ്ങനെ പറഞ്ഞു. അപ്പോൾ വി വർ സ്പീക്കിംഗ് അബൌട്ട് സംതിങ് ആൻഡ് ഐ ടോൾഡ് ഹിം ദറ്റ് ഇങ്ങനെ ഒരു സാധനം ഉണ്ട്, പിച്ച് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഇയാൾ പറഞ്ഞു എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അച്ഛൻ്റെ അടുത്തേക്ക് ഒന്ന് പറഞ്ഞു നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ഡെക്ക് അപ്പോൾ തന്നെ അയച്ചു കൊടുത്തു. അതേ സാധനം ഞാൻ ഹിന്ദിയിലും പിച്ച് ചെയ്തിട്ടുണ്ട്. ഇർഫാൻ ഖാൻ്റെ അടുത്തേക്ക് പിച്ച് ചെയ്തിട്ടുണ്ട് പണ്ട്. ഞാനത് ആ പേര് പോലും മാറ്റാൻ തന്നെ അയച്ചു കൊടുത്തത്. അപ്പോൾ അത് പുള്ളി നോക്കിയിട്ട് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ ഞാനത് വിട്ടു സീരീസിൻ്റെ ഷൂട്ടിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും രാഹുൽ രാജഗോപാലുണ്ട്. രാഹുൽ ഒരു മാൻ ഇതൊരു ലൈക്ക് ദിസ് ഇസ് എ ബിഗ്. എനിക്കെന്ന് പറഞ്ഞാൽ ഇവരും നമ്മളോട് വർക്ക് ചെയ്തില്ല. നമ്മുടെ മൈൻഡിലെ ഇൻ മൈ ഹെഡ് me and Mohanlal working together is not a probability in this lifetime. Or me and Robert De Niro working is not a probability in this life. അപ്പോൾ അങ്ങനെയൊക്കെ ഈവൻ വിത്ത് മമ്മൂക്ക ഇതൊക്കെ ലൈക്ക് ഇൻആക്സസിബിൾ പീപ്പിൾ ഇൻ ഇൻആക്സസിബിൾ സ്പേസസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഇൻ്റർഫേസ് ഓപ്പൺ ആയപ്പോഴത്തേക്കും അത് കൊള്ളാം, അത് വർക്കായാലും കൊള്ളാം. അപ്പോൾ അങ്ങനെ ഞാൻ സ്ക്രീൻ പ്ലേ പ്രസൻറ്റ് ചെയ്തു. എന്നിട്ട് ഫീഡ്ബാക്ക് കിട്ടി. എന്നിട്ട് ഞാൻ ആ ഫീഡ്ബാക്കിൽ വർക്ക് ചെയ്ത് സ്ക്രീൻ പ്ലേസ് ബിക്കം റിയലി ഗുഡ്. അപ്പോൾ എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് ബിക്കം സ്ട്രോങ്ങർ ബിക്കോസ് ഐ ഹാവ് ഓൾസോ ഇവോൾവ് ഇൻ ദ ലാസ്റ്റ് 10 years. 10 വർഷം മുമ്പ് എഴുതിയ സ്ക്രീൻ പ്ലേ ഇപ്പം ഞാൻ വീണ്ടും റീവർക്ക് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് മെറ്റീരിയൽ ഓൾറെഡി ഉണ്ട്. 140 pages ഓഫ് മെറ്റീരിയൽ എൻ്റെ ഉണ്ട്. എനിക്ക് അതിൽ റീവർക്ക് ചെയ്യാൻ പറ്റും വിത്ത് ദി എക്സ്പീരിയൻസ്, വിത്ത് ദ ഫെയിലിയേഴ്സ് ദറ്റ് ഐ ഹാഡ് ആൻഡ് വിത്ത് ദ സിനിമ ദറ്റ് ഐ ഹാവ് ഗ്രോൺ വാച്ച് ഇൻ ദ റീസെൻറ്റ് ടൈംസ് ഒക്കെ ഇത് ബെറ്ററായി. അങ്ങനെയൊക്കെയാണ് അത് എത്തി നിൽക്കുന്നത്. ആൻഡ് എവറി വൺ ഈസ് കമൻറ്റിങ്. എല്ലാ കമൻറ്റിലും 4.5 ഗാങ് കൊള്ളാം, ലാൽട്ടൺ പ്രോജക്റ്റ് എന്ന്. അപ്പോൾ ഞാൻ ദാറ്റ്സ് സോ സ്കാരി അല്ലേ. ഇവോൾവ് ആയി എന്ന് പറഞ്ഞില്ല ആസ് എ പേഴ്സൺ ആൻഡ് ആസ് എ ഫിലിം മേക്കർ. ഏതൊക്കെ രീതിയിലാണ് കഴിഞ്ഞൊരു 10 വർഷത്തിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ? എനിക്ക് കിഡൊക്കെ ഉണ്ടായി ഒരു 4 years. അപ്പോൾ അതൊക്കെ ആസ് എ ഹ്യൂമൻ ബീയിങ് ഒക്കെ ഞാൻ ഐ എം നോട്ട് എനിക്ക് ആൾക്കാരെ ഫൊർഗീവ് ചെയ്യാനൊക്കെ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ
സമയമെടുക്കും, പക്ഷെ ഫൊർഗീവ് ചെയ്യാനൊക്കെ പറ്റും. അതൊക്കെ പുതിയതായിട്ട് വന്നു. പിന്നെ എംപത്തി മീറ്റർ അങ്ങ് ഭയങ്കര ഹൈ ആയി. കാരണം നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരും നമ്മുടെ അടുത്ത് അവരൊന്നും നമ്മൾ മനഃപൂർവ്വം പറ്റിക്കുന്നതൊന്നുമല്ല, അല്ലെങ്കിൽ മനഃപൂർവ്വം ആരെയും ദ്രോഹിക്കുക. എവരിബഡി ഹാസ് ദെയർ ഓൺ നറേറ്റീവ്. പണ്ട് എൻ്റെ ഒരു സൗണ്ട് ഡിസൈനറിൻ്റെ കൂടെയൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ട് പുള്ളിക്കാരൻ ഇങ്ങനെ ചതിച്ചു എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ആരും ചതിക്കൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കാൻ പറ്റി. പക്ഷേ ഇവരോട് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് സിസ്റ്റം വർക്ക്സ് ഓൺ ഡെഡ് ലൈൻസ്, ദിസ് സിസ്റ്റം വർക്ക്സ് ഓൺ ക്വാളിറ്റി, ഓൺ ഡെലിവറി, ഓൺ ടൈം, ഓൺ മ്യൂച്വൽ റെസ്പെക്റ്റ് ഒക്കെ. ഇപ്പോൾ ഈ സാധനങ്ങൾ മാച്ച് ചെയ്യാത്തവരോട് വർക്ക് ചെയ്യത്തില്ല, പക്ഷെ ഭയങ്കര സൗഹൃദമായിരിക്കും. അപ്പം അങ്ങനെ വർക്ക് വൈസ് അങ്ങനെ ഇവോൾവ് ചെയ്തു. പിന്നെ മറ്റേത് നമ്മൾ ഐ എം ഗോയിങ് ടു ബി 40. ഇഫ് യു ഹവ് നോട്ട് ഫിഗർഡ് ഔട്ട് ഹൗ ടു ലിവ് ഇൻ ദിസ് വേൾഡ് ടിൽ യു ആർ 40 ആൻഡ് യു ആർ സ്റ്റബൺ, ഞാൻ കട്ടൻ ചായ ഇത്ര കടുപ്പത്തിലേക്ക് കുടിക്കൂ എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് അത് അങ്ങനെ വേണമെന്ന് പറയുകയോ എവിടെ ചെന്നിട്ട് അങ്ങനെയൊക്കെ പറയുന്നത്, ഇറ്റ്സ് എ പ്രോബ്ലം. അത് നിങ്ങൾ ഈ സിസ്റ്റത്തിൽ ജീവിക്കാൻ നിങ്ങൾ ഫിഗർ ഔട്ട് ചെയ്തിട്ടില്ല. നിങ്ങൾ കുറച്ച് പേർക്ക് നിങ്ങൾ അടിപൊളിയായിരിക്കും, പക്ഷേ ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ട് തന്നെയാണ്. അത് നമ്മൾ ആ പ്രായമൊക്കെ ആകുമ്പോൾ നമ്മൾ അതൊക്കെ മനസ്സിലാക്കി തരണം. ആർക്കും ഒരു ബുദ്ധിമുട്ടാവരുത്, ശല്യമാവരുത്, ദ്രോഹമാവരുത്. എന്നാൽ നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ അവോയ്ഡ് ചെയ്യണം. ഐ ഹാവ് എ സോംബി ഫിലിം, യെസ്. ഞാനത് അതിൻ്റെ ഒരു ഡെവലപ്മെൻ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇറ്റ്സ് നോട്ട് എ സോംബി ഫിലിം. പക്ഷേ സോംബി കോൺസെപ്റ്റിൻ്റെ ഒരു ചുറ്റോട്ടമൊക്കെ ഉണ്ട്. വാമ്പയർ പരിപാടി ഒന്നും എൻ്റെ ഇല്ല. ഇപ്പോൾ നേരത്തെ ഇപ്പോൾ മമ്മൂക്കയുടെ സ്ക്രിപ്റ്റ് ഇർഫാൻ ഖാൻ പിച്ച് ചെയ്തിരുന്നു എന്ന് പറഞ്ഞു. സോ ഇങ്ങനെ അതർ ലാംഗ്വേജസിൽ വർക്ക് ചെയ്യാൻ പണ്ടേ ഇൻട്രസ്റ്റ് ഉണ്ടോ? എനിക്ക് 40 ഹിന്ദി പടം ചെയ്യണമെന്നായിരുന്നു എൻ്റെ പഴയ ആഗ്രഹം. പക്ഷെ ബോളിവുഡിന്റെ ഗതി കണ്ടിട്ട് അല്ല, അതാ പറയണം, അവിടെ ഇതിനുള്ള സ്കോപ്പ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? ലൈക്ക് ലുക്കിംഗ് അറ്റ് ദ കറന്റ് സിറ്റുവേഷൻ ഓഫ് ദ ലാംഗ്വേജ്. I don't know. Like when you are in such an industry where you get to do what you want and there are takers for it mostly, then would you really want to go and rescue yourself in a space where everything is money? അത് മാത്രമാണ്. പിന്നെ ഞാൻ 2-3 ആവാസമൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് 2-3 സ്ക്രിപ്റ്റുകളൊക്കെ വന്നു. പക്ഷേ മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡിയോസ് ഡോണ്ട് ലെറ്റ് യു ചേഞ്ച് ഡയലോഗ്സ് ഓർ ചേഞ്ച് വിഷ്വലൈസേഷൻ. അപ്പോൾ എനിക്ക് എൻ്റെ സ്ട്രെങ്ത് ഇത് രണ്ടുമാണ്. ഹൗ യു കമ്മ്യൂണിക്കേറ്റ് എൻ ഐഡിയ ആൻഡ് വാട്ട് യുവർ ക്യാരക്ടർ സ്പീക്ക്. അപ്പോൾ ഇത് ഹിന്ദി എനിക്ക് തിങ്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഹിന്ദിയിൽ ഞാൻ ഗുഡാണ്. പക്ഷേ ഇത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ലെന്ന് പറയുമ്പോഴത്തേക്ക് നൗ യു ആർ ജസ്റ്റ് എ ടൂൾ എന്ന്. അപ്പം ഇപ്പോൾ അങ്ങനത്തെ ടൂളാണെങ്കിൽ ഇപ്പോൾ ഒരു ഗൂഗിൾ വിയോ ഒക്കെ വന്നല്ലോ, അതുപോലെ വരും. എന്ന് വെച്ചാൽ നമ്മൾ ആ ടൂളായിട്ട് മാത്രം നിൽക്കുമ്പോഴത്തേക്കും വാട്ട് വിൽ എൻഡ് അപ്പ് ഗെറ്റിംഗ് ഇസ് മണി. ആൻഡ് മണി വെച്ചിട്ട് നമ്മളൊരു ഫ്ലാറ്റ് മേടിക്കും, പിന്നെ അതിൻ്റെ EMI അടയ്ക്കാനുള്ള സിനിമ നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ അതാണ് തോട്ട്. സോ ഹൗ ക്യാൻ ഐ ബ്രിങ് മൈസെൽഫ് ഇൻ ടു ദിസ് മെറ്റീരിയൽ. അപ്പം അങ്ങനത്തെ സാധനങ്ങൾ വന്നതിലൊന്നും വന്നില്ല. എനിക്ക് 3-4 വന്നായിരുന്നു ഹിന്ദി പടങ്ങൾ. And you are interested in working on other people's ideas? Yeah, definitely. That's the easiest thing. But എനിക്ക് വരുന്നതല്ല ടൈം ലൂപ്പിൽ ആളെ കൊന്നു, അല്ലെങ്കിൽ ഡാർക്കൊക്കെ പോലത്തെ അങ്ങനത്തെ സാധനങ്ങൾ വരുന്നത്. അങ്ങനത്തെ ആൾക്കാർ വിചാരിക്കുന്നത് ഞാൻ അവരുടെ ഒരു ആണ്. പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനത്തെ പരിപാടികൾ ചെയ്യാൻ ഉള്ള കഴിവില്ല. ഞാൻ നറേറ്റീവിൽ ട്രിക്ക് യൂസ് ചെയ്യുന്നതല്ലാത്ത ലൈക്ക് ടൈം ഒക്കെ അങ്ങനത്തെ ഒരുപാട് പരിപാടികൾ വരുന്നുണ്ട്. പക്ഷേ അല്ലാതെ ഇൻട്രസ്റ്റിംഗ് പരിപാടി വന്ന ഇപ്പോൾ രാഹുൽ രാജീവ് എന്ന് പറയുന്നത്, എൻ്റെ ലാസ്റ്റ് എപ്പിസോഡ് രാഹുൽ രാജീവും കൂടെ കോറൈറ്റ് ചെയ്തേക്കുക. ഹി ഹാസ് ഗോട്ട് എൻ ഐഡിയ വിച്ച് ഇസ് വെരി ഇൻട്രസ്റ്റിംഗ്. വി ഹവ് ബീൻ വർക്കിംഗ് ഓൺ ഫോർ 3-4 years now. പിന്നെ അല്ലാതെ ഒരു പയ്യൻ വന്നു. അപ്പോൾ ഞാൻ ഓപ്പൺ ടു അതർ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇഫ് ദേ ആർ നോട്ട് വെരി കീൻ ഓൺ എവറിത്തിങ്, എനിക്കത് മെറ്റീരിയൽ ഓൾറെഡി ആയി. അപ്പോൾ എൻ്റെ സ്കില്ല് ആസ് എ കമ്മ്യൂണിക്കേഷൻ ഡിസൈനർ വിഷ്വലൈസേഷൻ. അപ്പോൾ എനിക്ക് വിഷ്വലൈസേഷൻ ചെയ്യാൻ പറ്റും. ഇത് കുറച്ചുകൂടി എളുപ്പമാണ്. എനിക്ക് മറ്റേത് അത് തിങ്ക് ചെയ്ത് അത് ടെക്സ്റ്റാക്കി അതിൻ്റെ ഗ്രാമർ കറക്റ്റ് ചെയ്ത് പിന്നെ ഇത് ഓൾറെഡി തോട്ടൊക്കെ ഈസിലി ഇറ്റ്സ് അവൈലബിൾ, നമുക്കത് എടുത്തിട്ട് ചെയ്യാം. പിന്നെ അപ്പോൾ അതിൽ രാഷ്ട്രീയമൊക്കെ വരും. പുരുഷപ്രത്തിൽ രാഷ്ട്രീയം സ്ട്രോങ്ങർ ആയിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റീരിയൽ ഇസ് ഓൾറെഡി ദർ, ദ റൈറ്റേഴ്സ് രാഷ്ട്രീയം ഇസ് ദർ, ദെൻ മൈ രാഷ്ട്രീയം വിൽ ഓൾസോ വരും. ഇത് അങ്ങനെയാണ്. അപ്പോൾ അത് പീപ്പിൾസ് ഭയങ്കര ഓപ്പണാണ്. നമുക്ക് എല്ലാവർക്കും ഒരു പേഴ്സണൽ ഫിലിംസ് ഉണ്ടാവില്ല, നമ്മൾ നമ്മുടെ ഓൺ പ്രൈവറ്റ് ടൈമിൽ പോകുന്നത്. അങ്ങനെ ഒരു 5 ഫിലിംസ് നെയിം ചെയ്യണമെങ്കിൽ ഏതായിരിക്കും ഞാൻ ഓഫൺ ഗോ ബാക്ക് ടു വീണ്ടും റീവിസിറ്റ് ചെയ്യുന്ന? ഞാൻ റിസർവോയർ ഡോഗ്സ് റീവിസിറ്റ് ചെയ്യും. ഞാൻ മേട്രിക്സ് ഫസ്റ്റ് പാർട്ട് റീവിസിറ്റ് ചെയ്യും. ഞാൻ വൈൽഡ് ഗൂസ് ലേക്ക് എന്ന് പറയുന്നൊരു ചൈനീസാണ്, അതിപ്പം ഒരുപാട് വർഷം കാണുന്നുണ്ട്.
ഫുഡ് കഴിക്കുമ്പോൾ കാണുന്ന സിനിമകളെ കുറിച്ച് പറയാമോ? അയ്യോ, ഫുഡ് കഴിക്കുമ്പോൾ കാണുന്ന സിനിമകൾ ഒരുപാടുണ്ട്. അത് ഇതും കൂടെ പറയാൻ പറ്റില്ല. ഇത് ഫുഡ് കഴിക്കുമ്പോൾ കാണുന്ന സിനിമ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് പാണ്ടിപ്പടം റീവിസിറ്റ് ചെയ്യും. അതെന്താണ് ഈ ഫുഡ് കഴിക്കുമ്പോൾ സാധാരണ മറ്റേത് ബുജി ലെവലാണ്? ഫുഡ് കഴിക്കുമ്പോൾ കാണുന്ന സിനിമയാണ് നല്ല സിനിമ. പക്ഷേ മറ്റേന്ന് വെച്ചാൽ മറ്റേൽ കുറെ കൂടെ നമ്മൾ വിഷ്വൽ എവറി ഫ്രെയിം ഇസ് ഹാസ് എന്തോ മിസോൺ സീനും നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഇതിൽ നമുക്ക് ശബ്ദരേഖ പോലെയാണ്, ഭയങ്കര ഫണ്ണാണ്. അപ്പോൾ പാണ്ടിപ്പട അമ്മുവാണ് എൻ്റെ വൈഫ് ആണ്. അപ്പോൾ നമ്മൾ പാണ്ടിപ്പട ഇടയ്ക്ക് റീവിസിറ്റ് ചെയ്യും. ഞാൻ ഫ്രെറ്റ്സ് കരാൾഡോ എന്ന് പറയുന്നൊരു സിനിമയുണ്ട്, അത് ഞാൻ ഭയങ്കര ട്രബിൾ വരുമ്പോഴൊക്കെ കാണും. അതിൽ ഫ്രെറ്റ്സ് കരാൾഡോ എന്ന് പറയുന്ന ഷിപ്പിനെ ഒരു മൗണ്ടനിൽ കൂടെ വലിച്ചുകൊണ്ട് പോകുന്ന ഹെർസോഗിൻ്റെ സിനിമയാണ്. അപ്പോൾ അത് ഞാൻ എപ്പോഴെങ്കിലും ഭയങ്കര ഡിപ്രഷൻ ആകുമ്പോഴത്തേക്കും ഞാൻ അതിരുന്ന് കാണും. അപ്പോൾ അത് കാണുമ്പോഴത്തേക്കും ഫ്രെറ്റ്സ് കരാൾഡോയിൽ ഒരു കപ്പലിനേക്ക് അവർ റിയലായിട്ട് ഒരു മൗണ്ടനിൽ കൂടെ വലിച്ചപ്പുറത്ത് കൊണ്ടുപോയിട്ട് അതിനെക്കുറിച്ച് സിനിമയൊക്കെ എടുത്ത് നമ്മുടെ ടാസ്ക്കൊക്കെ വളരെ കുറച്ചാണെന്ന് വിചാരിക്കും. ദെൻ അനിം ഞാനിപ്പോൾ വീണ്ടും റീവിസിറ്റ് ചെയ്യുന്ന പഴയ അനിമിൽ ഗോസ്റ്റ് ഇൻ ദ ഷെൽ, പഴയത് 1982 86 ആണ്. അത് ഞാൻ റീവിസിറ്റ് ചെയ്യും. ഇതൊക്കെയാണ് ഞാൻ. ഇത് മാത്രമല്ല, ഇതുപോലത്തെ ഒരു 10-15 ഉണ്ട്. പക്ഷേ ചോദിക്കുമ്പോൾ ഓർമ്മ വരുന്ന സാധനങ്ങൾ ഞാൻ അങ്ങ് പറയുന്നതേ ഉള്ളൂ. അത് ആണ്. ഇപ്പം ഞാൻ ഡൻ കണ്ട് പുതിയതായിട്ട്. പിന്നെ എന്താ ലാസ്റ്റ് ഇയർ സീരീസിൻ്റെ സമയത്ത് സാമുറായി ഉണ്ട്, മറ്റേ ബ്ലൂ ഐറ്റ് സാമുറായി ഉണ്ട്. പിന്നെ അല്ലാതെ ഇപ്പോൾ സൈബർ പങ്ക് എഡ്ജ് റണ്ണേഴ്സ് സീസൺ 1 കണ്ടു. പിന്നെ ഇത് കണ്ടിട്ടുണ്ട്, ചെയിൻസോ മാൻ. കാരണം ചെയിൻസോ മാൻ ഞാൻ പണ്ട് വായിച്ചിട്ടുമുണ്ട്. ഞാൻ ഭയങ്കര ഫാൻ ഓഫ് ദ ആർട്ടിസ്റ്റാണ്, മരിച്ചു പോയ അയാൾ കഴിഞ്ഞ വർഷം 2 വർഷം മുമ്പ്. അപ്പോൾ ഞാൻ അത് കാണും. അതിനും ഒരുപാട് കാണും. പിന്നെ മങ്കി മാൻ കാണും. അല്ല, ഞാൻ ഐ വോണ്ട് ടു ബി ഗ്രാഫിക് നോവലിസ്റ്റ് വേ ബാക്ക്, ലൈക്ക് വെൻ ഐ വാസ് എ കിഡ്. ഇതായിരുന്നു എൻ്റെ എനിക്ക് ആവണം എന്നുള്ളത്. അതിനുള്ള കഴിവില്ല. ലൈക്ക് ദ സ്കിൽ ഇസ് ആക്ച്വലി കോമിക് ബുക്കിൻ്റെ സ്കില്ല് ഭയങ്കര സ്കില്ലാണ്. അത് എനിക്ക് അത്ര സ്കില്ലില്ല. അനറ്റോമി മാത്രമല്ല, ലേ ഔട്ടിങ്ങും കുറേ, ആൻഡ് ഓൾസോ ഒരുപാട് ജോലിയുണ്ട്.